ഇന്ന് വളരെയധികം ജനങ്ങള് വേണ്ടതുപോലെ ഗൗനിക്കാത്ത ഒരു വിഷയമായി ഒരു മുസൽമാന്റെ മരണസമയവും മരണത്തിനു ശേഷമുള്ള മറ്റു പ്രവർത്തനങ്ങളിലൊക്കെയും പ്രത്യേകിച്ച് വളരെ ഗൗരവമായി ഞാൻ ഉണർത്തുകയാണ്. മിഞ്ഞാന്ന് ശനിയാഴ്ച രാവിലെ മൗലിദിന്റെ ശേഷം ഞാനൊരു ആമുഖം കുറിച്ചു ഈ വിഷയത്തിന്. ആമുഖം കുറിക്കുക എന്ന് പറഞ്ഞാൽ അത് ആമുഖം കുറിക്കാൻ കാരണം ഈ വിഷയത്തിൽ നല്ലോണം മനക്കെരുത്ത് അത്യാവശ്യമാണ്. വിവരമുണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ അറിവുണ്ടായതുകൊണ്ടോ മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റാകുന്ന ഒരു വിഷയമല്ല ഏത് ഈ മയ്യത്ത് പരിപാലനം. നല്ല മനക്കെരുത്ത് വേണം. കാരണം പല മയ്യത്തുകളും പല രൂപത്തിലും ആവും. അതാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. ഒരു മയ്യത്ത് പരിപാലനം എന്ന് പറയുമ്പോൾ ഞാൻ ആമുഖമായി മറ്റൊരു കാര്യം ഉണർത്തുകയാണ്. ഞാൻ കുറെ കാലമായി ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഇന്ന് വരെ ഒരു CD ഇറങ്ങിയിട്ടില്ല. അതെന്താ കാരണം എന്നറിയും? ഒരു CD ഇറക്കാൻ വേണ്ടി ഞാനൊരു ക്ലാസ് എടുക്കാറുമില്ല. എന്റെ ആഗ്രഹം ഒരു ക്ലാസ് കേൾക്കുന്ന സാധാരണക്കാരന് ആ വിഷയത്തിൽ ഒരു ധൈര്യം ലഭിക്കണം. ആ വിഷയം ഇനി കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ വിഷയം അറിയാത്തവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഇന്ന രൂപത്തിലാണ് എന്ന് ശ്രോതാക്കൾക്ക് സാധിക്കണം. അപ്പൊ അതിനു വേണ്ടി ചിലപ്പം ഇടയിൽ തമാശ പറയും, അല്ലെങ്കിൽ വേറെ ചില വിഷയങ്ങളിലേക്ക് കടന്നുപോകും. അപ്പോഴാണ് ആ വിഷയം എല്ലാവർക്കും ബോധ്യപ്പെടുക. ചില ഉസ്താദന്മാർ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഞാൻ ഇപ്പോൾ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല എന്ന് പറയും. അത് കാരണം ചിലപ്പോൾ ഒരു വിഷയം തിരിയാതെ പോകും. അപ്പോ ഒരു വിഷയം തിരിയാൻ അല്ലെങ്കിൽ ഒരു മസ്അല നമുക്ക് ഉറപ്പിക്കാൻ, നമുക്ക് ആ മസ്അല അങ്ങനെ തന്നെയാണെന്ന് ധൈര്യം കിട്ടാൻ വേറെ ചില മസ്അലകൾ അതിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ മയ്യത്ത് പരിപാലനമാണ്, മയ്യത്ത് പരിപാലനവുമായി ബന്ധമില്ലാത്ത ചില മസ്അലകൾ പറയേണ്ടി വരും. എന്തിനു വേണ്ടി? ഒരു മസ്അല അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പ് കിട്ടാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരു ദിവസം ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു മയ്യത്ത് കുളിപ്പിക്കുക എന്നുള്ളത് ഒരു 15 or 20 മിനിറ്റ് കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ഒരു സാധാരണക്കാരന് കൈകാര്യം ചെയ്യണമെങ്കിൽ അതിന്റെ ഒരുപാട് വശങ്ങൾ ഞാൻ ആമുഖമായി പറയുന്നത്. അപ്പൊ മിഞ്ഞാന് ഞാനൊരു ആമുഖം ഉണർത്തി. ഇന്നലെ കൂരിയാട് വെച്ച് നമ്മുടെ തലക്കടത്തൂർ ബാവഹാജിയെ കണ്ടു. വലിയ നമ്മുടെ ക്ലാസ് റൂമിന്റെ വലിയ മുഹിബും, പിന്നെ പല പ്രാവശ്യം സാധുവായ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ തലക്കടത്തൂർ ബാവഹാജി. പക്ഷെ ഇന്നലെ കല്യാണത്തിൽ നിന്നാണ് മനസ്സിലായത് ബാവഹാജിയുടെ ഒരുപാട് കുടുംബം, ഒരുപാട് ആളുകൾ നമ്മുടെ ക്ലാസ് റൂമിന്റെ മുഹിബീങ്ങളും ശ്രോതാക്കളും പ്രവർത്തകരും ഈ ക്ലാസ് റൂം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മഹാൻ വ്യക്തിയുടെ മക്കളും അലിയന്മാരും പങ്ങന്മാരും പെമ്മക്കളും ആൺകുട്ടികളൊക്കെ ആയി നല്ലൊരു കുടുംബം, ബാവഹാജിയുടെ കുടുംബം ഈ ക്ലാസ് റൂമിലുണ്ട്. ഞാനൊരു സന്തോഷത്തിന് വേണ്ടി പറയാണ്. ചിലപ്പോൾ ഞാൻ അറിയാത്ത അങ്ങനെ പലരും ഈ ക്ലാസ് റൂമിൽ അങ്ങനെ കുടുംബം മിത്രാദികൾ ഉണ്ടാവും. ഇന്നലെ തലക്കടത്തൂന്ന് നമ്മളെ ബാവുസ്താദിന്റെ കല്യാണത്തിന് ചെന്ന് നോക്കുമ്പോ കുറെ ആളുകളെ പരിചയപ്പെട്ടു. പലവരും ചിലവര് ബാവഹാജിയുടെ മക്കള്, അമ്മാവന്മാരെ മക്കൾ. ഇപ്പൊ നമ്മളെ ജലീൽ വൈലത്തൂര്, ഞാൻ എപ്പോഴാണ് അറിഞ്ഞത്, ഒരു ബന്ധം. ജലീൽ വൈലത്തൂര് നമുക്കറിയാം, നമ്മളെ ക്ലാസ് റൂമിന്റെ വലിയ ഒരു പ്രവർത്തകനാണ്, നല്ലൊരു മുഹിബാൻ. അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ബാവഹാജിയുടെ ജലീൽ വൈലത്തൂരിന്റെ അമ്മോനാണ് ബാവഹാജി. അങ്ങനെ നല്ലൊരു കുടുംബം. ചിലപ്പം എന്താ ഒരു ജുമുഅ നടത്താൻ മാത്രമുള്ള ആളുകള് ആ ഒരു കുടുംബത്തിൽ നിന്ന് മാത്രമുണ്ട്. പക്ഷെ അത് വലിയൊരു ഹൈറായി തീരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഒരു ക്ലാസിന്റെ ശ്രോതാക്കളായി ഒരു കുടുംബത്തിൽ നിന്ന് ഒരുപാട് വ്യക്തികൾ വരുമ്പോ ആ കുടുംബത്തിൽ പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. ഇപ്പൊ ഒരു മയ്യത്ത് പരിപാലനം അത് ഇന്ന രൂപത്തിലാ ചെയ്യേണ്ടത്. അത് നമ്മുടെ KMIC-യിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ആ വിഷയത്തിൽ ഇത്തിഫാക്കാവും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ആ ഒരു വാക്ക് ഉണർത്തിയത്. അള്ളാഹു ആ കുടുംബത്തിനും എല്ലാ കുടുംബ മിത്രാദികൾക്കും അള്ളാഹു താല
ഇതേമാതിരി വിഷയങ്ങൾ കേട്ട് മനസ്സിലാക്കി കൈകാര്യം ചെയ്യേണ്ട സമയത്ത് അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാനുള്ള അവസരം നൽകുമാറാവട്ടെ. ഞാൻ പറയുന്നത് നമ്മുടെ ബാവാജിക്ക് ആ ക്ലാസ് എല്ലാം കേൾക്കുന്നുണ്ട്. ഇന്നലെ കല്യാണ സദസ്സിൽ വെച്ച് കണ്ടപ്പോ ബാവാജി ചോദിച്ചു, ആ സ്ട്രോങ് ചായ കുടിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കാരണം ഒരു മയ്യത്ത് 10-15 കൊല്ലം ഖബറടക്കുന്ന ഒരു രീതി മാറ്റി അതിന്റെ ഒരു ശരിയായ വശത്തിലേക്ക് അങ്ങോട്ട് എത്തിക്കുമ്പോ അത് വല്ലാത്തൊരു രംഗമാണ്. അപ്പൊ ബാവാജി ചോദിച്ചു, ആ സ്ട്രോങ് ചായ കിട്ടിയ ഉസ്താദേ? അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തെന്ത് സംഗതി ഇത് പലവരും കേൾക്കുന്നുണ്ട്. അല്ലാഹു തആല അതുകൊണ്ട് ഞാൻ ആ ഒരു ആമുഖം പറഞ്ഞത് എന്തിനാണ്? ഈ വിഷയത്തിൽ ധൈര്യമാണ് വേണ്ടത്. ഇന്ന് ഞാനൊരു ആമുഖം കുറിക്കുകയാണ്. എന്താ ആമുഖം? അതിന്റെ മുന്നോടിയായി ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ കയ്യിലേക്കൊരു മയ്യത്ത് കിട്ടുമ്പോ നോക്കി, ചിലപ്പം കൊലിപ്പിച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ ദേശക്കാരൻ മയ്യത്തിന് വയറ്റി നോക്കുക. ചിലപ്പം സാധാരണക്കാര് പതറിപ്പോകുന്ന ഒരു രംഗമാണത്. മയ്യത്തൊക്കെയും കൊലിപ്പിച്ച് കഫൻ ചെയ്യാ നേരത്ത് ഒന്നായിട്ട് എന്ത് ചെയ്തു, ഇങ്ങനത്തെ വയറ്റുന്ന് പോയി എന്ന് വെക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി. ചിലപ്പം കൂടുതൽ ഉസ്താദന്മാരും ആരൊന്നും ഇല്ലാത്തവരാണെങ്കിൽ എല്ലാ കഫൻ തുണി ആകെ വൃത്തികേടായി. ഇനി എന്ത് ചെയ്യും അല്ലേ? വലിയ രംഗം. ഒരു മയ്യത്തിനേറ്റ് കൈകാര്യം ചെയ്യുമ്പോ ഏത് രൂപത്തിലാണ് ഈ മയ്യത്തിന്റെ അവസ്ഥ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇന്ന് ചില മയ്യത്തുകൾ ആക്സിഡന്റ് മരണങ്ങൾ കാരണം ചിലപ്പം പോസ്റ്റ്മോർട്ടം ചെയ്ത് ഒരു മയ്യത്ത് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോ അവിടെ ചിച്ചി ഇവിടെ ചിച്ചി ഡോക്ടർമാര് പറഞ്ഞു അവിടെന്ന് ആ ടേപ്പ് എടുക്കാൻ പാടില്ല, ഇവിടെന്ന് പഞ്ഞി എടുക്കാൻ പാടില്ല, രക്തം വരുന്നു, മൂക്കുകൂടെ രക്തം വരുന്നു, വായയിലൂടെ രക്തം വരുന്നു. ചിലപ്പം വെള്ളം ചേർക്കാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഈ മയ്യത്തിന് വന്നേക്കാം. ആ സമയത്ത് തയമ്മും ചെയ്തു കൊടുക്കേണ്ട രംഗങ്ങൾ അവിടെ കടന്നു വരികയാണ്. ഞാൻ പറയുന്നത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം. പക്ഷേ അത് നമുക്കതിന്റെ എല്ലാ വശങ്ങളും ഏതൊരു മയ്യത്ത് എന്റെ കയ്യിൽ കിട്ടിയാലും അത് ഞാൻ കൈകാര്യം ചെയ്യും. അല്ലെങ്കിൽ എനിക്കത് കൈകാര്യം ചെയ്യാൻ ധൈര്യമില്ലെങ്കിൽ ധൈര്യമുള്ളവർക്ക് അതിന്റെ മസാല ഞാൻ പറഞ്ഞു കൊടുക്കും. ഇതിനുള്ള ഒരു മനക്കരുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നല്ലൊരു അധ്വാനം നമ്മൾ അധ്വാനിക്കണം. പ്രത്യേകിച്ചു സാധാരണക്കാര് തയമ്മും. കാരണം ജീവിതകാലത്ത് നമ്മുടെ കയ്യിലോ കാലിലോ ഒരു മുറി സംഭവിച്ചാൽ തയമ്മം ചെയ്യേണ്ട രൂപം എങ്ങനെയാണ്, തയമ്മം ചെയ്യേണ്ട സമയം ഏതാണ് എന്നറിയാത്ത എത്രയോ സാധാരണക്കാർ. ആ സാധാരണക്കാരുടെ മുമ്പിലേക്ക് ഒരു തയമ്മും ചെയ്തു കൊടുക്കേണ്ട ഒരു മയ്യത്ത് കടന്നു വന്നാൽ, സ്വന്തം ജീവിതത്തിൽ തയമ്മും ചെയ്യാൻ അറിയാത്ത ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് തയമ്മും ചെയ്തു കൊടുക്കേണ്ട ഒരു മയ്യത്ത് ലഭിച്ചാൽ എന്തു ചെയ്യും? ചിന്തിക്കണം. അതുപോലെ തന്നെ ആക്സിഡന്റ് മരണങ്ങളിൽ ചില നടുറോട്ടിൽ ആ ആക്സിഡന്റിൽ സംഭവിച്ച വ്യക്തിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്ക് ഈ വ്യക്തി മരിക്കുന്നു. മരിച്ച വ്യക്തിയുടെ നഖത്തിന്റെ കഷ്ണങ്ങള്, വിരലിന്റെ കഷ്ണങ്ങള്, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ നടുറോട്ടിൽ കിടക്കുന്നു. ആ നടുറോട്ടിൽ കിടന്നാൽ ആ കിട്ടിയ വിരൽ കഷ്ണം അല്ലെങ്കിൽ ആ കിട്ടിയ മാംസക്കഷ്ണം എന്തു ചെയ്യണം? ഇതിന്ന് എല്ലാ സാധാരണക്കാരും അറിഞ്ഞിരിക്കേണ്ട, ഇന്ന് നമ്മുടെ കാലോചിതമായി സംഭവിച്ചും കൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ്. അതുപോലെ തന്നെ കത്തിക്കരിഞ്ഞു മരിക്കുക, വെള്ളത്തിൽ മുങ്ങി മരിക്കുക. വെള്ളത്തിൽ മുങ്ങി മരിച്ച് 3-4 ദിവസം കഴിഞ്ഞ് മയ്യത്തുകളൊക്കെയും നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് അത് ചെയ്യാൻ നമുക്ക് വെറുപ്പുണ്ടായേക്കാം, അല്ലെങ്കിൽ മനപ്രയാസമുണ്ടായേക്കാം. അള്ളാഹു നമ്മളെ അങ്ങനത്തെ മരണങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഹൈറായ സമയത്ത്, ഹൈറായ നേരത്ത്, ഹൈറായ സ്ഥലത്ത് വെച്ച്, ഹൈറായവരുടെ മുമ്പിൽ വെച്ച് ഹൈറായ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയിലായി വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഹബീബിന്റെ മദീനയിൽ വെച്ച്, അല്ലെങ്കിൽ നമുക്ക് ഹൈറായ മറ്റൊരു സ്ഥലത്ത് വെച്ച് അള്ളാഹു ഈമാനോടുകൂടെ സ്വർഗം കണ്ട് പുഞ്ചിരിച്ചു മരിക്കാൻ അള്ളാഹു ഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് ഇതൊരു വിശാലമായ വിഷയമാണ്. ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്
ചിലപ്പം ഒരു മയ്യത്തിനെ കൊലിപ്പിക്കുമ്പോൾ ആ കൊലി സഹിയാവാനുള്ള നിബന്ധനകളും കാര്യങ്ങളും വിശദീകരിക്കുമ്പോ നമ്മുടെ ജീവിതകാലത്ത് കൊലിയിൽ നിർബന്ധമായ പലതും, ഒരുപാട് കുലി കലിയല്ല പോലത്തെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഇനിയും അത്തരം നിർബന്ധമായ പല മസ്അലകളിലേക്കും നിങ്ങളുടെ ശ്രദ്ധ വരും. പിന്നെ അതിന്റെയും പുറമെ ഇന്ന് നമ്മൾ ഒരു വ്യക്തി മരിച്ചാൽ, ഞാൻ ആമുഖം ഒന്ന് കുറിക്കുമ്പോഴാണ് ഈ വിഷയം നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കണം എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുക. നമ്മുടെ റേഡിയോ ശ്രോതാക്കളായ സാധാരണക്കാരെ കൂടി കരുതിയിട്ടാണ് വിഷയം ഒന്ന് വിശാലമാക്കുന്നത്. നോക്കൂ, ഇന്ന് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ എന്തെല്ലാം അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളുമാണ് നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട് നിർമ്മാണ വിഷയവുമായി ബന്ധപ്പെട്ട് പല വിശ്വാസങ്ങളും ആചാരങ്ങളും പല വിഷയങ്ങളും നടക്കുമ്പോ അൽഹംദുലില്ലാഹ് ചിലവർക്കെങ്കിലും അതൊക്കെയും ബോധ്യപ്പെട്ടു എന്നതുപോലെ ഈ മരണവുമായി ബന്ധപ്പെട്ട വീട്ടിൽ എന്തൊക്കെയോ അന്ധവിശ്വാസങ്ങൾ, എന്തൊക്കെയോ തെറ്റുധാരണകൾ, ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കാത്ത തെറ്റായ ധാരണകൾ ഒരു മയ്യത്തിനെ വെച്ച് ഒരു മയ്യത്തിനെ കുറിച്ചും ഒരു വ്യക്തി മരിച്ച വീട്ടിലും സംഭവിക്കുന്നുണ്ട്. ഞാനൊരൊറ്റ കാര്യം ഞാൻ പല പ്രാവശ്യം ഉണർത്തിയതാ, പക്ഷേ പുതിയ ശ്രോതാക്കൾക്ക് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞത് ചിലപ്പം ആവർത്തിക്കും, കേട്ടവർ സഹകരിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്. അതായത് ഒരു വ്യക്തി മരിച്ചാൽ ആ വ്യക്തിയെ ഒരു വീട്ടിലേക്ക് ആദ്യം, ഞാൻ ഒരിക്കൽ പറഞ്ഞിപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് മലപ്പുറം ജില്ലയിൽ. ഒരു വ്യക്തി കുടിയിരിക്കുന്നതിന്റെ 3 ദിവസം മുന്നേ മരിക്കുകയാണ്. പക്ഷെ ആ മരിച്ച വീട്ടിൽ ആ മരിച്ച വ്യക്തിയുടെ മയ്യത്തിനെ അദ്ദേഹത്തിന്റെ ഗൾഫിലുള്ള കഠിനാധ്വാനത്തിലൂടെ ഉണ്ടാക്കിയ ഒരു വീട്, ആ വീട്ടിലേക്ക് ഒരു മയ്യത്തിനെ കടത്താൻ ആ വീട്ടിന്റെ ഉടമസ്ഥനായ വ്യക്തിയുടെ ഭാര്യ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മയ്യത്തിനെ കുറിച്ച് നമ്മൾ വിശ്വസിച്ചത്? ഒരു മയ്യത്തിനെ കുറിച്ച് എന്റെ ഭർത്താവ് നിർമ്മിച്ചുണ്ടാക്കിയ വീട്, അതിൽ ജീവനോടുകൂടെ ഒരു ദിവസം താമസിക്കാൻ എന്റെ ഭർത്താവിന് സാധിച്ചില്ല, അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ മയ്യത്തെങ്കിലും ആ വീട്ടിലൊന്ന് വെച്ച് കുളിപ്പിച്ച് ഈ ഒരു അനുഗ്രഹത്തിനു നന്ദിയാവട്ടെ എന്ന് ചിന്തിക്കാത്ത ഭാര്യ ഒരു മയ്യത്താണോ ആദ്യം വീട്ടിലേക്ക് കടത്തുക? എന്താ നമ്മൾ മനസ്സിലാക്കിയത്? അതുകൊണ്ടൊരു പുതിയ വീട് നിർമ്മിക്കുമ്പോ മയ്യത്താണ് ആദ്യം കടത്തേണ്ടത് എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു മയ്യത്ത് കടത്തിയാൽ എന്താകും ആ വീട്ടിലെ അവസ്ഥ? ഇതൊക്കെ നമ്മളൊരു മയ്യത്തിനെ പറ്റി എന്തൊക്കെയോ വേണ്ടാത്തത് വെച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ ആ മയ്യത്തിന്റെ പിന്നാലെ ആരൊക്കെയോ കയറി വരുന്നുണ്ട് എന്ന ഒരു തെറ്റായ ധാരണ പലവരെയും പിടികൂടിയിട്ടുണ്ട്. ആ ഒരു വിശ്വാസം ഒന്ന് മാറ്റിയെടുക്കണം. അതുകൊണ്ട് ഞാൻ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ വന്നുകൂടിയ തെറ്റായ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അടിസ്ഥാനരഹിതമായ ചില വിശ്വാസങ്ങളും അതൊന്ന് നമ്മുടെ ശ്രോതാക്കളിൽ നിന്ന് അതിന്റെ ഒരു സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുക. അതൊരു ഇസ്ലാമികമായി തന്നെ കിതാബിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആധികാരികമായി ഉസ്താദന്മാരുടെ ആ ഒരു ബറക്കത്ത് കൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒന്ന്, ഇനി നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് എന്താ? മരിച്ച വീട്ടില് ഈ മയ്യത്തിനു വേണ്ടി ഗുണം ലഭിക്കാൻ, മയ്യത്തിന്റെ ബർസഖിയായ ജീവിതത്തിൽ ഉപകാരം ലഭിക്കാൻ ഇന്ന് പലതും നടന്നു വരുന്നു. എത്ര വീട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ ഒരു ഇസ്ലാമികമായ ശരിയായ രൂപത്തിലേക്ക് കടന്നാൽ എത്ര വീട്ടിൽ നിന്ന് ആ വീട്ടുകാർ ചെയ്യുന്നതിന്റെ സവാബ്, അവർ ചെയ്യുന്നതിന്റെ പ്രവർത്തനത്തിന്റെ ഒരു മിസ്ലു സവാബ് ഈ മയ്യത്തിന്റെ ഖബറിലേക്ക് കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ വലിയ വലിയ സംഖ്യകൾ മുടക്കി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അധ്യന്തരം കഴിക്കലും, ദിക്റ് കഴിക്കലും, 3 കഴിക്കലും, 7 കഴിക്കലും എല്ലാം കഴിക്കണം. അതിനൊക്കെ വ്യക്തമായ തെളിവുകളുണ്ട്. എന്താ 40 കഴിക്കാനുള്ള തെളിവ്? ഞാൻ അതിനെ എതിർക്കുകയല്ല. കാരണം മഹാന്മാര് പറഞ്ഞു, ചില മയ്യത്തിന് തീരെ ഖബറിൽ ചോദ്യമില്ല. ചില മയ്യത്തുകളെ ഒരു പ്രാവശ്യം ചോദ്യം ചെയ്യും, ചില മയ്യത്തുകളെ ഒരു ദിവസം ചോദ്യം ചെയ്യും,
ചില മയ്യത്തുകളെ 3 ദിവസം ചോദ്യം ചെയ്യും, ചില മയ്യത്തുകളെ 7 ദിവസം ചോദ്യം ചെയ്യും, ചില മയ്യത്തുകളെ ഈ 40 ദിവസം ചോദ്യം ചെയ്യും, ഒരുപാട് കാലം ചോദ്യം ചെയ്യുന്നവരുണ്ട്. ഉത്തരവാദിത്തം നിറവേറ്റാത്ത ജീവിതത്തിനനുസരിച്ച് ഖബറിലെ ചോദ്യങ്ങളൊക്കെയും അധികരിക്കും. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ സംഭവം പറയാം. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു വഫാത്തായതിനു ശേഷം തന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പിതാവായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നം കാണുകയാണ്. അങ്ങനെ പാരത്രികമായ ജീവിതത്തിലെ വിഷയങ്ങൾ ചോദിച്ചപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു സംഭവം തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെയും കാണാം. അതെന്താണെന്നറിയുമോ? അതായത് ഒരു ചെറിയ ഉത്തരവാദിത്തം നിറവേറ്റാത്തതിന്റെ കാരണം കൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിലെ ഒരു അവസ്ഥ തന്റെ മകനോട് വിശദീകരിച്ചു കൊടുത്തത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഒരു നടപ്പാലം, അതായത് തോത് മുറിഞ്ഞു കിടക്കാൻ വേണ്ടി മുകളിലൂടെ പാലം മുതല്ലോ, നമ്മൾ ഈ തെങ്ങിന്റെ മുറ്റും തേക്കിന്റെ മുറ്റൊക്കെ, അങ്ങനത്തെ ഒരു പാലമുണ്ടായിരുന്നു. ഈ പാലത്തിന് ഇളക്കം സംഭവിച്ചത് ആരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല? ഭരണാധികാരിയായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അത് കാരണം ആ പാലത്തിന്റെ മുകളിലൂടെ ഒരു ആട്ടിൻകുട്ടി കയറുകയും ആ ആട്ടിൻകുട്ടി പാലം ഇളകിയ കാരണം കീപ്പോട്ട് വീഴുകയും അതുകാരണം ഈ ആദു ചാകുകയും ചെയ്ത കാരണം ഭരണാധികാരിയായ ഉമർ റളിയല്ലാഹു തആല അൻഹു ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ആ ആട്ടിൻകുട്ടിയുടെ ജീവൻ പോയത്. അല്ലെ? ശ്രദ്ധിച്ചില്ല. ഒരു ചെറിയ ഉത്തരവാദിത്തം നിറവേറ്റാത്തതിന്റെ ഒരു വിഷയ പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്തം നിറവേറ്റാതെ മരണപ്പെട്ടു പോയാൽ ഖബറിലെ ചോദ്യത്തിന്റെ സമയവും ദിവസവും നാളും അത് കൂടിപ്പോയേക്കാം. അപ്പൊ അതുകൊണ്ട് ചില മുഅ്മിനീങ്ങളെ 40 ദിവസം വരെ ചോദ്യം ചെയ്യുന്നതാണ്. അപ്പൊ ഈ 40 ദിവസം എന്തെങ്കിലും ഈ മരിച്ച വ്യക്തിയുടെ പേരിൽ സ്വതക്ക ചെയ്തും കൊണ്ടിരിക്കുക. ഈ ചോദ്യത്തിൽ നിന്ന് ലഘൂകരിച്ചു കിട്ടാൻ, ഈ ചോദ്യത്തിൽ നിന്ന് ഇളവ് കിട്ടാൻ സദക്കകളും ഫാത്തിഹയും സൂറത്തുകളൊക്കെയും ഓടി ഹദിയ ചെയ്തും കൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരുപാട് തെളിവുകൾ അതിനുണ്ട്. ആ ബർസഖിയായ ജീവിതത്തിലേക്ക് ഉപകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അമലായി മരിച്ച വീടുകളിൽ ചെയ്തു വരുന്ന ഒരു കാര്യമാണ് 70,000 ദിക്റ് ചൊല്ലി ദ്വാരിക്കുക. ഇന്ന് 70,000 ദിക്റ് ആ ഒരു മരിച്ച വ്യക്തിയുടെ ഖബറിലേക്ക് എത്തുന്ന രൂപത്തിൽ എത്ര വീട്ടിൽ നടക്കുന്നുണ്ട് എന്നതാണ് എന്റെ ചോദ്യം. എല്ലാ വീട്ടിലും അത് നടക്കുന്നുണ്ട്. പക്ഷെ എത്ര വീട്ടിൽ നിന്ന് മരിച്ച വ്യക്തിയുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം കിട്ടുന്നു എന്നുള്ളതാ. എന്താ കാരണം? ഒരു മയ്യത്തിന് വേണ്ടി ഒരു സദക്ക ചെയ്യുമ്പോൾ, മയ്യത്തിനു വേണ്ടി ഖുർആൻ ഓതി പാരായണം നടത്തുമ്പോൾ, മയ്യത്തിനു വേണ്ടി ഹദിയ ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് നിബന്ധനകൾ കടന്നു വരുന്നുണ്ട്. അല്ലാതെ നമ്മൾ കുറെ ആളുകളെ വിളിച്ചുകൊണ്ട് ആ കാര്യം ചെയ്തതുകൊണ്ടായില്ല. 70,000 ദിക്റ് ചൊല്ലുമ്പോ അത് അതിൻ്റെതായ നിബന്ധനകൾ ഒത്തുചെല്ലണം. നമ്മൾ വെറുതെ കുറെ 3-ന്റെ അന്ന് കുറെ ആളുകളെ വിളിച്ചുകൂട്ടി കുറെ ഭക്ഷണം വെച്ചു. ഭക്ഷണം വെച്ചാല് സ്വതക്കയിന്റെ കൂലി കിട്ടൂലാനല്ല. പക്ഷെ 70,000 ദിക്റ് ചൊല്ലുമ്പോൾ അതിന് നിബന്ധനയുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. നിബന്ധനയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ വെറുതെ ഉപ്പയുടെ പേരിൽ 70,000 ദിക്റ് ഞാനും ചൊല്ലിപ്പിച്ചു, കാര്യമില്ല. നോക്കൂ, ഞാൻ ഒരൊറ്റ വാക്ക് പറയാം, ഒറ്റ വാക്ക്. ഇതിന് നിബന്ധനയുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാനാണ് ഞാൻ പറയുന്നത്. ഞാൻ അതാണ് ആമുഖം പറഞ്ഞത്. ചില മസ്അലകൾ തിരിയാൻ മറ്റു ചില മസ്അലയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കേണ്ടതുണ്ട്. ഇപ്പൊ നോക്കി, നിസ്കാരത്തിന്റെ ശേഷം 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ, അങ്ങനെ 99 ചൊല്ലിയാൽ 100 പൂർത്തിയാകാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു പോലത്തെ ദിക്റും ചൊല്ലുക. എന്തല്ല റസൂലുള്ള പറഞ്ഞത്? നിങ്ങൾ നിസ്കാരത്തിന്റെ ശേഷം കുറച്ച് സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോളിയും, നിങ്ങൾ നിസ്കാരത്തിന്റെ ശേഷം കുറച്ച് അൽഹംദുലില്ലാഹ് ചൊല്ലിക്കോളിയും എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല. 33 99 ആയാൽ 100 പൂർത്തിയാക്കാൻ
ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഇലാ ആഖിരിഹി ദിക്റുൻ ചൊല്ലി 100 പൂർത്തിയാക്കുക. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഒരു ദിക്റിന് എണ്ണം വെച്ചാൽ ആ എണ്ണം കൂടാനോ ചുരുങ്ങാനോ പാടില്ല. അപ്പോൾ ഒരാൾ നിസ്കാരത്തിന്റെ ശേഷം സുബ്ഹാനല്ലല്ലേ, നിസ്കാരത്തിന്റെ ശേഷല്ലേ, നല്ലതല്ലേ എന്ന് പറഞ്ഞൊരു 35 പ്രാവശ്യം സുബ്ഹാനല്ല ചൊല്ലി നോക്കുക. അവിടെ 33 പ്രാവശ്യം സുബ്ഹാനല്ല ചൊല്ലിയ പ്രതിഫലം കിട്ടുമോ ഇല്ലയോ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ്. നിങ്ങൾ കുറച്ച് സുബ്ഹാനല്ല ചൊല്ലിക്കോലിന്നല്ല. അപ്പൊ 35 ചൊല്ലിയാൽ, അപ്പൊ ഞാൻ പറയുന്നത് എന്താ? മരിച്ച വ്യക്തിയുടെ പേരിൽ 70,000 ദിക്ർ ചൊല്ലുക, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവൻ 70,000 ദിക്ർ ചൊല്ലുക. കൂട്ടത്തിൽ അവിടെ വന്ന കൂടിയ ഒരു വിശ്വാസം ഞാൻ നിങ്ങളെ ഇപ്പോൾ വെച്ച് തിരുത്തുകയാണ്. ഞാൻ ആമുഖമാണ്, വിഷയത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഏത് വിഷയത്തിനൊരു ആമുഖം വേണമല്ലോ. മുഖദ്ദിമാത്ത് ഉണ്ടാകുമ്പോഴാണ് വിഷയത്തിലേക്ക് കടന്നു വരാൻ എന്താവുക, ഒരു ഭംഗി ഉണ്ടാവുക. അതുകൊണ്ടാണല്ലോ വീടിന് സിറ്റ് ഔട്ട് ഉണ്ടാക്കുന്നത്. സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താ? പുറത്തുള്ള സീറ്റ് എന്നാണ്. സിറ്റ് ഔട്ട് വീട്ടിൽ പറ്റതല്ല, തറയുടെ ചുറ്റളവിൽ പറ്റതാണെങ്കിലും വീടിന്റെ അകത്തളത്തിൽ പറ്റതല്ല സിറ്റ് ഔട്ട്. സിറ്റ് പുറത്തുള്ള സീറ്റ് എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? നമ്മളിങ്ങനെ കടലാസിൽ എഴുതും സിറ്റ് ഔട്ട് എന്ന്, പക്ഷെ എപ്പോഴും നമ്മക്ക് അതിന്റെ അർത്ഥം മനസ്സിലായ സിറ്റ് ഔട്ട് പുറത്തുള്ള സീറ്റ് എന്നാണ്. എന്താണ് ഒരു വീടിന് ഒരു സിറ്റ് ഔട്ട് ഉണ്ടാക്കാൻ കാരണം? നേരെ ഒരാളെ വീട്ടിലേക്ക് കടത്തുക എന്നുള്ളത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് ഒരു വീട്ടിലേക്ക് കടന്നു വരുമ്പോ അതിരുമാനം ഇത് വിഷയം. ഒരു ഭാര്യയുമായി ഒരാൾ ബന്ധപ്പെടുക, നേരെ അങ്ങോട്ട് ചെല്ലല്ല. അതിനൊരുപാട് മുഖദ്ദിമാത്തുണ്ട്. കളി വേണം, ചിരി വേണം, രസം വേണം, തോന്തൽ വേണം, പുരിക്കൽ വേണം. അത് മനസ്സിലാക്കേണ്ടതാ. അതിനൊരു മുഖദ്ദിമാത്ത്. ഞാൻ നേരെ അങ്ങോട്ട് ആ കാര്യങ്ങൾ അതിന്റെ മുഹൂർത്തം അങ്ങോട്ട് കഴിച്ചല്ല. ഏത് വിഷയത്തിനും വേണം മുഹൂർത്തം, ഒരു മുഖദ്ദിമാത്ത്. അതുകൊണ്ട് ഞാൻ ഈ വിഷയം തിരിയാൻ വേണ്ടി പറയാൻ എന്ത്? അപ്പൊ നമ്മളിൽ 70,000 ദിക്ർ ചെല്ലുമ്പോ ഒരു 70,000 എന്ന കണക്ക് വെച്ചിട്ടുണ്ട്. അത് അതിന്റെ കറക്റ്റ് ആവണം. ഇന്ന് ഒരുപാട് സാധാരണക്കാർ, ഞാനൊരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, ജീവിതത്തിൽ 70,000 ദിക്ർ ചൊല്ലി തീർത്ത എത്ര പേര് ഈ ക്ലാസ് റൂമിലെ ശ്രോതാക്കളുടെ കൂട്ടത്തിലുണ്ട്? ഇല്ല. എല്ലാവരും ഇല്ലാനല്ല, ഞാൻ ഇപ്പൊ യസ്സു അടിപ്പിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഞാനുണ്ട് അൽഹംദുലില്ലാ. കുസുമം 786 എന്ന ഐഡിയയിൽ നിന്ന് സഹോദരിയാണോ എന്നൊക്കെ അറിയില്ല, അല്ലെങ്കിൽ സഹോദരനാണോ അറിയില്ല, ഞാനുണ്ട് എന്ന് പറയുന്നു. അല്ലാഹു തആല ആ ഒരു കലിമ ചൊല്ലി തീർത്തതിന്റെ ബറക്കത്ത് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. കാരണം എന്താണ്? പലരും മനസ്സിലാക്കിയിട്ടെന്താ, അത് മരിച്ചതിനു ശേഷം കുടുംബമിത്രാദികൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചില സ്ഥലങ്ങളിൽ ചിലപ്പം വാപ്പത് ചൊല്ലി തീർത്തിട്ടുണ്ടാവും, ഉമ്മ ചൊല്ലി തീർത്തിട്ടുണ്ടാവും. എന്നാലും കാണാം മക്കള് കടം വാങ്ങിയിട്ട് വാപ്പാന്റെ പേരിൽ ദിക്ർ ചൊല്ലുന്നു. രണ്ടാമത് ചെല്ലിപ്പിക്കണോ ചെല്ലിപ്പിക്കണ്ടേന്നൊന്നുമല്ല ഇപ്പൊ ഞാൻ പറയുന്നത്. പിന്നീട് കടം വാങ്ങിയിട്ട് വാപ്പാക്ക് ഇപ്പൊ ദിക്ർ ചൊല്ലിയില്ലെങ്കിൽ എന്താ ഇപ്പൊ നാട്ടുകാർക്ക് തോന്നാനും വിചാരിച്ച് പിന്നെയും കുറെ പൈസ കടം വാങ്ങി വാപ്പാന്റെ പേര് ദിക്ർ ചൊല്ലുന്നതാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇല്ല, ഇന്ന് ഭൂരിപക്ഷം ആളുകളും ഇല്ല. അതും മരിച്ചതിന്റെ ശേഷം കുടുംബമിത്രാദികൾ ചെയ്യേണ്ടതാണെന്നുള്ളൊരു ധാരണ ഒരു 70 ആയിട്ടില്ല എന്ന് ചിലർ പറഞ്ഞു. അള്ളാഹു പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ അത് മരിച്ചു പോയതിന്റെ ശേഷം ചെല്ലേണ്ടതാണ്. ഞാൻ നേരത്തെ നമ്മുടെ ഹജ്ജിന്റെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഹജ്ജ് ചെയ്യേണ്ടത് നല്ല ആരോഗ്യമുള്ള സമയത്താണ് എന്ന് ചിന്തിക്കാതെ അത് ജീവിതത്തിൽ കാത്തേണ്ട മുഴുവൻ ദുൽമും കാത്തി ലാസ്റ്റ് ചെയ്യേണ്ടതാണെന്ന് ധരിച്ചു വെച്ചതുപോലെ 80 വയസ്സ് 70 വയസ്സ് വരയ്ക്കും ജീവിച്ച മനുഷ്യന്മാര് ചായപ്പീടികയിലിരുന്ന് രാഷ്ട്രീയം പറഞ്ഞ് സമയം കഴിഞ്ഞവർ, ആലിമീങ്ങളുടെയും സയ്യിദന്മാരുടെയും ഗീബത്തും കുറ്റവും നമീമത്തും പറഞ്ഞ് കാലം കഴിഞ്ഞവർ, മരിച്ചതിനു ശേഷം ചിലപ്പം കുടുംബമിത്രാദികൾക്ക് കഴിവില്ലാതെ, അല്ലെങ്കിൽ മക്കൾക്ക് അത്തരം കാര്യങ്ങളിൽ ചെയ്യാൻ സമയമില്ലാതെ, അതല്ലെങ്കിൽ മക്കൾക്ക് അത്തരം കാര്യങ്ങളിൽ വിശ്വാസമില്ലാതെ തന്റെ ജീവിതത്തിൽ 70 കൊല്ലം 80 കൊല്ലം ജീവിച്ചിട്ട് ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തീർക്കാനുള്ള സമയം കിട്ടാത്ത എന്റെ മുഅ്മിനീങ്ങളെ, ഏറ്റവും വലിയ ഹതഭാഗ്യം നമ്മളല്ലേ ഏറ്റവും വലിയ ഹതഭാഗ്യം. നമുക്ക് ഭാഗ്യം സിദ്ധിക്കാത്തവര്.
ഒരു 70,000 ദിക്റ് ഇക്കണ്ട വർത്താനം പറഞ്ഞ നമുക്ക് ചെല്ലാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞാല് ഞാൻ അവിടെ ഒരു കാര്യം കൂടി ഉണർത്താന്. ഇങ്ങനെ അവസാനം പറയേണ്ടത് ആദ്യം പറയല്ല. നമ്മൾ ചെയ്തു വരുന്നതിന്റെ ചില രൂപങ്ങൾ ഇപ്പൊ നോക്കി. ഇപ്പൊ നമ്മളൊരാളും മരിച്ച് കുളിപ്പിച്ച് കഫൻ ചെയ്ത് കഴിഞ്ഞ് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിനു മുമ്പ് എല്ലാവരും ശ്രദ്ധിക്കണട്ടോ. പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു യാസീൻ ഓതി, ഫാത്തിഹയും യാസീനും ഇഖ്ലാസും മുഅവ്വദത്തൈനിയും ഓതി ദുആയിക്കും. അത് ദുആയിക്കണം. ചില വഹാബികൾ ചോദിച്ചു, അത് നബി ചെയ്തിക്കണോ, അത് സഹാബത്ത് ചെയ്തിക്കണോ? ഏതോ നബി ചെയ്തിക്കണോ സഹാബത്ത് ചെയ്തിക്കണോ എന്ന് ആരെയും കിതാബ് നോക്കണ്ടേ? അത് നമ്മുടെ ആദർശവും നമ്മുടെ ഒരുപാട് സുന്നി ആശയങ്ങള് നമ്മൾ ഇതിലേക്ക് കടന്നു വരും. ഈ വിഷയത്തിൽ നിന്ന് തുടക്കം കുറിക്കുമ്പോൾ എനിക്ക് മറ്റൊരു സന്തോഷമുണ്ട്. ഈ വിഷയത്തിനൊക്കെയും അഹോരാത്രം പ്രവർത്തിച്ച കഠിനാധ്വാനം ചെയ്ത നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശങ്ങള് കേരള മുസ്ലിമീങ്ങളുടെ മനസ്സിലേക്ക് ഊട്ടി ഉറപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്ത മഹാനായ പണ്ഡിതൻ ശൈഖുന ഇ.കെ. അസ്സം മുസ്ലിയാർ നവ്വറല്ലാഹു മർകദഹു, അവിടുത്തെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ആ മഹാനുഭാവന്റെ ആണ്ട് ചെയ്ത ദിവസമായിരുന്നു ഇന്നലെ. അൽഹംദുലില്ലാ, ഇന്ന് നമ്മുടെ KMIC-യിൽ ഇന്ത്യൻ ടൈം രാത്രി 11:30 മണിക്ക് ഇ.കെ. അസ്സം മുസ്ലിയാരുടെ അനുസ്മരണ പ്രഭാഷണം നടക്കുന്നുണ്ട്. എല്ലാ ശ്രോതാക്കളും ആ സമയത്തുണ്ടാവണമെന്ന് KMIC-യുടെ എളിയ പ്രവർത്തകൻ എന്ന നിലക്ക് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അനുമതി ഉസ്താദൊക്കെ ആ വിഷയം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഏതായാലും പറയുന്നത് അപ്പൊ അതങ്ങനെ യാസീനോദി ദ്വാരക്കാൻ തെളിവുണ്ടോ? ഇൻഷാ അല്ലാഹ് അത് നമ്മൾ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മൾ ദ്വാരക്കും KMIC-യിൽ. അതായത് ആ വിഷയം നമ്മൾ പറയുമ്പോ സഹാബത്ത് അത് ചെയ്തിട്ടുണ്ടോ, നബി ചെയ്തിട്ടുണ്ടോ, മഹാന്മാരാകുന്ന അഇമ്മത്തുൽ അർബഅ ചെയ്തിട്ടുണ്ടോ, അതൊക്കെ ഇൻഷാ അല്ലാഹ് ഇവിടെ വരും. അപ്പൊ ഞാൻ പറയുന്നത് എന്റെ വിഷയപ്പതല്ല. ഈ യാസീനോദ് ഒരു കഫൻ ചെയ്യൽ പൗതി ആയാല് ഒരാളെ അകത്തുനിന്ന് വിളിച്ചു പറയും, ഞാൻ ഫാത്തിഹ വിളിച്ചോല്, ഫാത്തിഹ വിളിച്ചു. ഫാത്തിഹ വിളിച്ച് യാസീൻ ഓദിന കോലം തന്നെ അവിടെ നിൽക്കട്ടെ. നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മരിച്ച വ്യക്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം എത്ര ആളുടെ ഖബറിലേക്ക് എത്തുന്നുണ്ട്. നമ്മളൊക്കെ മനസ്സിലാക്കിയത് എന്താ? നിസ്കാരത്തിൽ മാത്രമാണോ ഖുർആൻ ഓതുമ്പോ തജ്വീദ് പരിഗണിക്കേണ്ടത്? അങ്ങനെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. മരിച്ചേടത്തിൽ യാസീനോത്ത് പെങ്ങളൊക്കെ നാട്ടിൽ യാസീനോതുന്നുണ്ട്. തിരുത്തണം. നമ്മുടെ KMIC-യുടെ ശ്രോതാക്കൾ അതിനും മെനക്കെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അൽ-ഫാത്തിഹ, ആരോ ഒരാളൊരു ഫാത്തിഹ വിളിച്ച്, ഈ ഫാത്തിഹ വിളിച്ച തന്നെ ആ മരിച്ച വീട്ടില് അവരെ ഒരുമിച്ച് കൂടിയാലും എല്ലാവരും അറിയുന്നില്ല. കാരണം മരിച്ച വീട്ടിൽ വന്ന പഴയ കാലത്തൊക്കെയും മരിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കൊരു ആത്മീയത കിട്ടിയെന്ന്. ഇന്ന് മരിച്ച വീട്ടിലും ആത്മീയത ഇല്ലാതെയായി. അതല്ല അവസ്ഥ അല്ലേ? അതുകൊണ്ടാണല്ലോ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല തന്റെ മകനോട് ചെയ്ത ഉപദേശങ്ങളിൽ കാണാം ഒരു ഉപദേശം. മോനെ, കല്യാണ വീട്ടിൽ നീ പങ്കെടുക്കരുത്, മരണ വീട്ടിൽ നീ പങ്കെടുക്കണം. കാരണം കല്യാണ വീട്ടിൽ സന്തോഷാണ്, മനസ്സിൽ ആത്മീയത കിട്ടൂല. മരണ വീട്ടിൽ ദുഃഖമാണ്, നാളത്തെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന മനുഷ്യനെ കാണുകയാണ്. റഹ്മാൻ അലൈഹിസ്സലാം തന്റെ കഫൻ തുനിയിൽ അവൻ ചെയ്ത എല്ലാ അമലുകളും എഴുതിപ്പിക്കുന്ന കഫൻ തുനി ജീവിച്ചിരിക്കുന്നവൻ കാണുകയാണ്. ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ ഖബറിൽ കടലാസായി ഉപയോഗിക്കേണ്ട കഫൻ തുനി കാണുമ്പോൾ അള്ളാഹുവെ, ഇന്നല്ലെങ്കിൽ നാളെ ഇതേ രൂപത്തിലൊരു കഫൻ തുനി റഹ്മാൻ അലൈഹിസ്സലാം വന്ന് എന്റെ ഖബറിൽ വന്ന് എന്റെ അമലുകൾ എഴുതാൻ പറയുമ്പോൾ ഇതേ രൂപത്തിലൊരു കഫൻ തുനിയിൽ ഞാൻ ചെയ്തു കൂട്ടിയ പേക്കൂത്തുകളൊക്കെയും എഴുതി വെക്കേണ്ടി വരുമെന്നല്ലോ എന്നിത്യാദി ചിന്തകളിലേക്കാണ് മരണ വീട്ടിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിനെ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണ വീട്ടിൽ നീ പങ്കെടുക്കണം, കല്യാണ വീട്ടിൽ പങ്കെടുക്കരുത് എന്ന് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, 4000 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് തോന്നുന്നു, തന്റെ മകനോട് ചെയ്ത ഉപദേശങ്ങളിൽപ്പെട്ട ചില ഉപദേശങ്ങളാണ് അതല്ല. പക്ഷെ ഇന്ന് മരണ വീട്ടിലും ആ ഒരു ആത്മീയത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് കടന്നു വരുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഒരു വ്യക്തി മരിച്ചാൽ ആകെ നമ്മുടെ മയ്യത്ത് പരിപാലനം എന്താ? ആ മരിച്ച വീട്ടിലൊന്ന് വരിക, കാണാൻ പാടില്ലാത്ത മയ്യത്തിന്റെ മുഖം ഒന്ന് കാണുക. ഇതൊക്കെ പറയുമ്പോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എങ്ങനെ?
കാരണം നമ്മൾ കാലങ്ങളോളമായി ചെയ്തു വരുന്ന ഒരു ആചാരമാണ് മയ്യത്തിന്റെ മുഖം കാണുകയാണുള്ളത്, മരിച്ച വ്യക്തിയുടെ മുഖം കാണുകയാണുള്ളത്. ഞാൻ പറയട്ടെ, എന്റെ പണ്ഡിതന്മാർ കിതാബ് ശ്രദ്ധിക്കുന്നവരും സഖാഫികളും അഹ്സനികളൊക്കെയായ ഉസ്താദന്മാർ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഒരു നിബന്ധന പറയുന്നുണ്ട്, ഒരു സുന്നത്ത് പറയുന്നുണ്ട്. മയ്യത്തിന്റെ മുഖത്ത് വലിച്ച തുണിയിട്ട് മറക്കൽ സുന്നത്താണ്. മയ്യത്ത് കുളിപ്പിക്കുമ്പോ എന്തിന്? മയ്യത്തിന്റെ മുഖം കാണാതിരിക്കാൻ. നോക്കിങ്ങള്, മയ്യത്തിന്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടി മയ്യത്തിൻ്റെതായ മുഖത്ത് ഒരു തുണിയിടൽ സുന്നത്താ. ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മയ്യത്ത് കുളിപ്പിച്ചവർ കണ്ണ് കെട്ടിയിട്ടായിരുന്നു മയ്യത്ത് കുളിപ്പിച്ചത്. എന്താ റസൂലുള്ളാഹിനെ കാണല് സുന്നത്തില്ലാഞ്ഞിട്ടാണോ? ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് അങ്ങനെ ഫാത്തിഹ ഓതാൻ പറയും. ഒരാളങ്ങട്ട് ഫാത്തിഹ വിളിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കാണാ വഇലൈഹി തുർജഊൻ. അതിന്റെ ഇടയിൽ എന്തേ ഓതി എന്തേ കാറ്റി, എന്താ അതൊന്നും ഉറക്കനെ ചെല്ലുക? ഈ യാസീനൊന്നും ഉറക്കനെ ചെല്ലി അവിടെയുള്ള ഇബ്ലീസ് അങ്ങോട്ട് പോയിക്കോലും. കഴിഞ്ഞിട്ടോന്ന് ജനങ്ങളെ അറിയിക്കാം, വഇലൈഹി തുർജഊനും കാണാം. ആ സമയത്ത് ബദൽ യാസീൻ ഓതിയത് അവിടെ ഒരുമിച്ച് കൂടിയ ഒരു മനുഷ്യന്മാരും അറിഞ്ഞിട്ടുണ്ടാവൂല. കുറെ ആൾക്കാർ റോഡിന്റെ സൈഡിലായിരിക്കും, കുറെ ആൾക്കാർ ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്നുണ്ടാവും, കുറെ ആൾക്കാർ ഏതെങ്കിലും മൂച്ചിച്ചോത്ത് പോയിട്ട് ബീഡി വലിക്കുന്നുണ്ടാവും. ആ യാസീൻ ഓതിനേന്റെ മുമ്പേ ഒരാളൊന്നും ഉറക്കനെ എല്ലാരും ഒന്നിങ്ങോട്ട് വരും, എല്ലാരും ഒന്നിങ്ങോട്ട് വരും. ഞാൻ സാധുവായ ഞാനൊക്കെ ജോലി ചെയ്ത സ്ഥലമാണ് എടപ്പാല് പെരുമ്പറമ്പില്. അതിന്റെ അടുത്തുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. അൽഹംദുലില്ലാ, ഒന്ന് അന്വേഷിച്ചാൽ അറിയാം. ഒരു മയ്യത്ത്, അത് ഒരു വലിയ ഒരു സന്തോഷാണത്. എല്ലാരും ഒന്ന് അറിയിച്ചു, എല്ലാരും ഒന്നിങ്ങോട്ട് അടുത്തേക്ക് വന്നു. ആ മയ്യത്തിന്റെ അടുത്തേക്കൊന്ന്, ആ വീട്ടിന്റെ മുറ്റത്തേക്കൊന്ന് ഒരുമിച്ച് കൂടി. എന്നിട്ട് ഒരു ചെറിയൊരു ഉപദേശം എന്തെങ്കിലൊക്കെ നൽകി. ഖുർആൻ ഓതുമ്പോ തെറ്റ് വരാൻ പാടില്ല, അബദ്ധം വരാൻ പാടില്ല, അല്ലെങ്കിൽ അതിന്റെ കൂലി നമുക്ക് കിട്ടൂല. അതുകൊണ്ട് ഒരാൾ ഉറക്കനെ ചൊല്ലി, ഒരാൾ നല്ലോണം ഒന്ന് ഉറക്കനെ ചൊല്ലി എന്താക്കി, അതിന്റെ ഒപ്പം എല്ലാരും ഒപ്പം ചൊല്ലി. നല്ലതാണ്. ഒരാളുടെ മുസാഫ് ഉണ്ടെങ്കിൽ അതിലേക്ക് നോക്കി ഓതുക. അല്ല, ഇനി എല്ലാവർക്കും മുസാഫ് ഇല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ മൊബൈലിലൊക്കെ വിശുദ്ധമായ ഖുർആന് നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുടുങ്ങിയ സമയത്തിൽ മുസാഫൊന്നും കിട്ടാത്ത സന്ദർഭത്തിൽ നോക്കി ഓതുന്നതൊന്നും കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ഓതി. ഞാൻ അവരത്തെ ഒരു വിശ്വാസം ഞാൻ പറയുന്നത്. എന്റെ വിഷയപ്പം അതല്ല. മരിച്ചേടത്ത് യാസീൻ ഓതുന്നതിന്റെ നിബന്ധനയല്ല എന്റെ വിശ്വാസം. കൂട്ടത്തിൽ ഞാനൊന്ന് ഉണർത്തിനു മാത്രം. ഏതായാലും ഈ യാസീന് മയ്യത്ത് കഫൻ ചെയ്യല് പൂർത്തിയാകുന്നതിന്റെ മുമ്പേ എന്താകും, ഈ യാസീൻ ഓത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാ കാന എല്ലാരും പിന്നെ മുണ്ടാതെ അവിടെ നിൽക്കുന്നത് ഇല്ലേ? നിങ്ങളൊക്കെ നാട്ടിൽ നിങ്ങൾക്ക് അനുഭവമല്ലേ? യാസീൻ ഓത്ത് കഴിഞ്ഞാൽ പിന്നെ കഫൻ ചെയ്ത് മയ്യത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നത് വരെ കാമാണ് പിന്നെ ഒരാൾ മുണ്ടൂല. എല്ലാരും മനസ്സിലാക്കിയിട്ടെന്താ, യാസീൻ ഓതി പിന്നെ ഇനി ഇഖ്ലാസ് സൂറത്തെ മഹല്ല് ഖത്തീബിന്റെ ഒപ്പം ഇഖ്ലാസ് സൂറത്തെ ഓതാൻ പറ്റുള്ളൂ. ഈ യാസീന്റെയും ഈ ഇഖ്ലാസ് സൂറത്തിന്റെ ഇടയില് ഒന്നും മുണ്ടാൻ പറ്റില്ല എന്ന് പലരും മനസ്സിലാക്കി വെച്ച മാതിരി കാമാണ് മുണ്ടൂല. എന്നിട്ട് അങ്ങനെ കയ്യും കെട്ടി നിൽക്കും. ഞാനിത് പറഞ്ഞു കൊണ്ടുവരാൻ കാരണം, ചെപ്പാടിച്ച ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ നല്ല നല്ല പൊതുപ്രവർത്തകരാണെങ്കിൽ 1000, 1500 ആൾക്കാരുണ്ടാവും. ആ സമയത്ത് ഒന്നുമില്ലെങ്കിൽ ആ ഇഖ്ലാസ് സൂറത്ത് അങ്ങനെ ആവർത്തിക്കാം. എന്നോട് ആരോ ഒരാൾ പറഞ്ഞു, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, നമ്മളെ പേരോട് ഉസ്താദിന്റെ രാജ്യത്ത് നാദാപുരം കുറ്റ്യാടി ഭാഗത്തൊക്കെയും ആ യാസീൻ ഓത്ത് കഴിഞ്ഞാൽ പിന്നെ മയ്യത്ത് കഫൻ ചെയ്ത് കഴിയുമ്പോഴേക്ക് 70,000 ദിക്ർ അവിടെ ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടാവുന്നു. ഞാൻ അവിടെ ശ്രദ്ധിക്കണം. ഇത് മരിച്ചേണ്ട ശേഷം ഖബറിലെത്തുക, അതായത് നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് എത്തുന്നതിന് മുമ്പ് ഖബറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അമല് നമ്മുടെ കൈവശം വേണം. അപ്പൊ അതുകൊണ്ട് ഇത് മരിച്ചിട്ട് ചൊല്ലി തീർക്കേണ്ട ഒരു വിഷയമല്ല എന്നപ്പ ഞാൻ പറഞ്ഞത്.
ഇത് മരിച്ചതിന് ശേഷം നാട്ടേല് കൂടിയിട്ട് തോന്നിയ മാതിരി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തീർക്കേണ്ടതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എല്ലാവരും ചൊല്ലി തീർക്കണ്. ഇന്ന് നമ്മുടെ സദസ്സില് മയ്യത്തിനു വേണ്ടി 70,000 ദിക്ർ ചെല്ലുന്ന സദസ്സില് ബഹുഭൂരിപക്ഷവും ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല ചെല്ലുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറിയിട്ടുണ്ട്. കാരണം ചെല്ലുന്നത് സാധാരണക്കാരാണ്. കുറെ ആൾക്കാർ ഉറക്കം തൂങ്ങി, കുറെ ആൾക്കാർ കോട്ടുവായിട്ട്, കുറെ ആൾക്കാർ അതിന്റെ ഇടയിൽ മൊബൈൽ അറ്റൻഡ് ചെയ്ത്, കുറെ ആൾക്കാർ ബിരിയാണി ചെമ്പ് നോക്കാൻ പോയി, കുറെ ആൾക്കാർ പായസം വിളമ്പാൻ പോയി, കുറെ ആൾക്കാർ അതിന്റെ ഇടയിൽ വരുന്നവർക്ക് കട്ടൻ ചായ കൊടുക്കാൻ പോയി. ഇങ്ങനെ അതാണ് കഴിഞ്ഞ് 70,000 ദിക്ർ ഈ പെരയിലും ചൊല്ലി തീർത്ത്. മലേഷ്യയിൽ 70,000 ദിക്ർ മറവ് ചെയ്യുന്നതിന്റെ മുമ്പ് ആണ്. ഞാൻ എല്ലാ ശ്രോതാക്കളും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് വായിച്ചത്. നമ്മുടെ ഷൗക്കത്ത് സഖാഫി അറിയിക്കുന്നു, മലേഷ്യയിൽ 70,000 ദിക്ർ മറവ് ചെയ്യുന്നതിന്റെ മുമ്പാണ്. നമ്മളെ ബുദ്ധി ഒന്നൊന്ന് ആലോചിച്ച് നോക്കാൻ. നമുക്ക് ബുദ്ധി ഉണ്ടല്ലോ, നമ്മളെ ബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്നില്ല, അവിടെയാണ് വിഷയം. ഇന്നൊരു സൂപ്പർ മാർക്കറ്റ് പോയിട്ട് നമ്മൾ 1 കിലോ പഞ്ചസാര, 1 കിലോ ചായ, 1/4 കിലോ അണ്ടിപ്പരിപ്പ് വാങ്ങി. നമ്മുടേതായ തലച്ചോറ് കൊണ്ട് അത് കണക്കൂട്ടാൻ നേരെ വേഗം കാൽക്കുലേറ്റർ എടുക്കുക, കുത്തി ഉണ്ടാക്കുക. ആ കാൽക്കുലേറ്റർ എന്തേ പറഞ്ഞു, ഓക്കെ അതിന്റെ വില. ചില ആൾക്കാരെന്ത് ചെയ്യും, മനസ്സുകൊണ്ട് കണക്കൂട്ടും. 1 കിലോ പഞ്ചസാര എത്ര, 1 കിലോ ചായ എത്ര, ഇത് എത്ര. എന്നാലും ഓർക്ക് സമാധാനമില്ല. ഓന്റെ തലച്ചോറ് പറഞ്ഞു, മോനെ ഈ വ്യക്തി വാങ്ങിയ വസ്തുവിന്റെ വില ഇത്രയാണ്, ഓ സ്കൂളിൽ സിയ പാസ്സായോനാ. പക്ഷേ കാൽക്കുലേറ്റർ പറഞ്ഞാല് എന്താവുമല്ലോ, ഓനിക്ക് ഉറപ്പാവുമല്ലോ. നോക്കി, അപ്പൊ നമ്മളെ ബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മളെ ബുദ്ധി കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കാന്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം കൂടി പറയണേ ഉസ്താദ്, അതിനർത്ഥമില്ല, അതിനൊരു അർത്ഥമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല. സത്യമായി യഥാർത്ഥമായ ആരാധനക്കർഹതപ്പെട്ടവൻ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹന്റെ അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹന്റെ അർത്ഥം അള്ളാഹു തആല എന്താ നമുക്കറിയില്ല. അപ്പൊ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കണം. കാരണം ഇപ്പൊ മലേഷ്യയിൽ 70,000 ദിക്ർ എന്താണ്, മയ്യത്ത് ഖബറടക്കുന്നതിന്റെ മുമ്പേന് സംഗതി ആലോചിച്ചാതാണ് അതിന്റെ ഖൈറ്. അതിന്റെ ഖൈറായ വശം അതാണ്. കൂട്ടത്തിൽ ഇതിന്റെ സമയം പറഞ്ഞിടത്ത് മറ്റൊരു മസ്അലയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാണ്. ഇന്ന് നമ്മുടെ മയ്യത്ത് ഖബറടക്കി കഴിഞ്ഞാൽ തൽക്കീനും ചൊല്ലിക്കൊടുക്കും, തസ്ബീത്തും ചൊല്ലും, അല്ലേ? പക്ഷെ ഇന്ന് നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തും ആദ്യം തൽക്കീനും പിന്നെ തസ്ബീത്തുമാണ്. അതായത് മയ്യത്ത് എന്തല്ല, ആദ്യം തസ്ബീത്തും പിന്നെ തൽക്കീനും. മയ്യത്ത് 3 കല്ല് വെച്ച് 3 പിടി മണ്ണ് വാരിയിട്ട് കഴിഞ്ഞാൽ തുടങ്ങും തസ്ബീത്ത്. തസ്ബീത്ത് ചൊല്ലിക്കഴിഞ്ഞ് ഏകദേശം ഖബറിന്റെ പണിയൊക്കെ കഴിഞ്ഞ് മീസാൻ കല്ലും കുത്തി പിന്നെ ലാസ്റ്റ് വെള്ളം ഒഴിക്കുന്ന ഒരു സുന്നത്തുണ്ട്. ആ വെള്ളം ഒഴിക്കൽ കഴിഞ്ഞതിന്റെ ശേഷമാണ് വെള്ളമൊഴിച്ചതിന്റെ ശേഷമാണ് പിന്നെ തെൽക്കീൻ തുടങ്ങുന്നത്. അവിടെ തെൽക്കീനാണോ ആദ്യം ചെല്ലേണ്ടത്, തസ്ബീത്താണോ ആദ്യം ചെല്ലേണ്ടത്? ഇൻഷാ അല്ലാഹ് നമുക്ക് വ്യക്തമായി പഠിക്കണം. നമ്മളുമായി ബന്ധപ്പെട്ടവർ മരിക്കുമ്പോൾ അതിന്റെ ശരിയായ രൂപത്തിൽ നമുക്ക് ചെയ്യണം. അതിൽ പലവരും പലതും പറയുന്നുണ്ട്, ഇരിക്കട്ടെ. ഏതായിരുന്നാലും ഞാൻ പറയുന്നത്, നമ്മളുടേതായ മയ്യത്ത്, എന്റെ മയ്യത്ത് ഖബറിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ ഖബർ സജ്ജമാവണം. എങ്ങനെ സജ്ജമാവണം? സ്വാലിഹായ അമലുകളെ കൊണ്ടും ദിക്റുകളെ കൊണ്ടും ഔറാദുകളെ കൊണ്ടും എന്റെ ഖബർ സജ്ജമായി ഞാൻ ആ ഖബറിലേക്ക് ചെല്ലുന്ന സമയത്ത് എന്നെ ഭയപ്പെടുത്തുന്ന, എന്നെ പേടിപ്പെടുത്തുന്ന, എന്നെ നിരാശപ്പെടുത്തുന്ന ഒന്നുമില്ലാതെ എന്നെ സന്തോഷപ്പെടുത്തുന്ന സ്വാലിഹായ അമലുമായി ഞാൻ ആ ഖബറിലേക്ക് ചെല്ലണം. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, എല്ലാ വെള്ളിയാഴ്ചയും കേരളത്തിൽ ജുമുഅത്ത് പള്ളിയിലേക്ക് ജുമുഅക്ക് പോകുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരുപാട് ഖബറുകളുടെ ഇടയിലൂടെയാകുന്നു ജുമുഅത്ത് പള്ളിയിലേക്ക് ജമാഅത്തിനും ജുമുഅക്കും വേണ്ടി കടന്നു ചെല്ലുന്നത് എങ്കിൽ ആ ഖബർ നിന്നെ കാണുമ്പോ വിളിച്ചു പറയുന്നുണ്ട്, ഇയ്യാക വ ഇയ്യാക അൻ തസില ഇലൽ ഖബരി ബിലാ സാദിൻ ഔ കമാ ഖാല. അങ്ങനെ ഒരു ഇബാറത്ത് കാണാം. ആ ഖബർ വിളിച്ചു പറയുകയാണ്, ഇയ്യാക
മോനെ നിന്നെ നീ സൂക്ഷിച്ചോ എന്തിനൊത്തൊത്ത് സൂക്ഷിച്ചോ? ഈ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളില്ലാതെ ഞങ്ങളിലേക്ക് ചേരലിനത്തൊത്ത് നീ സൂക്ഷിച്ചോ എന്ന് ഖബർ വിളിച്ചു പറയുന്നുണ്ട്. അടുത്ത വെള്ളിയാഴ്ചകൾ ജുമാക്ക് പോകുമ്പോ കേരളത്തിലുള്ളവരോടാ പറയുന്നത്. ജുമാക്ക് പോകുമ്പോൾ ഒരുപാട് ഖബറുകൾ കാണും. ആ ഖബർ കാണുന്ന സമയത്ത് ഈ ഖബർ എന്നോട് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ഈ ഖബറാലികൾ എന്നോട് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കണ്ട. അപ്പൊ അതുകൊണ്ട് ഞാൻ ആകത്തുക പറഞ്ഞത്, ഇത് മരിച്ചിട്ട് 7ന്റെ അന്നും 40ന്റെ അന്നും ചൊല്ലി തീർക്കേണ്ട ഒരു അമലല്ല. സ്വന്തം ജീവിതത്തിൽ അതിന്റെ എണ്ണം ചുരുങ്ങാതെ എണ്ണം കൂടാതെ കറക്റ്റ് ലാ ഇലാഹ ഇല്ലല്ല അല്ല ഞാൻ ചൊല്ലിയത്, ഞാൻ ചൊല്ലിയത് ലാ ഇലാഹ ഇല്ലല്ല തന്നെയാണ്. ഞാൻ എന്റെ ക്ലാസ് റൂമിലുള്ള ഉസ്താദന്മാർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ സാധാരണ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഉസ്താദന്മാർക്ക് വേണ്ടി ചെല്ലട്ടോ. നമ്മുടെ ഗൾഫിലുള്ള ഒരുപാട് സഖാഫികളും അഴ്സനികളൊക്കെ വിളിക്കാറുണ്ട്. ഗൾഫിലായി 10 കൊല്ലം 15 കൊല്ലക്കായി ജോലിയിലായിട്ട് ഇങ്ങനെ പെട്രോൾ പമ്പിൽ അവരുമ്പോഴൊക്കെയാണ് ജോലി. ആ വിഷയൊക്കെ ഇപ്പൊ ഭാരത്തുകളൊക്കെ മറന്നു വയ്ക്കന് എന്നൊക്കെ പറയുന്ന പല മുഹിബ്ബീങ്ങളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് പറയാണ്, കിതാബു സൈരി വസ്സുലൂക്കി ഇലാ മലിക്കിൽ മുലൂക്ക് എന്ന കിതാബിലും മആരിഫിൻ നുഫൂസ് പോലോത്ത കിതാബുകളിലൊക്കെയും ഈ വിഷയം വളരെ വ്യക്തമായി ലാ ഇലാഹ ഇല്ലല്ലയാവരുത്, അത് ലാ ഇലാഹ ഇല്ലല്ലയാവണം എന്ന് വളരെ വ്യക്തമായി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഒരു ലാ ഇലാഹ ഇല്ലല്ല 70 പ്രാവശ്യം ചൊല്ലി തീർക്കുക. സാധിക്കുമെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിലെ എല്ലാ ശ്രോതാക്കളൊന്നും മെനക്കെട്ടാല് ഓൺലൈൻ രംഗത്ത് പുതിയ ഒരു കാൽവെപ്പായിരിക്കും അത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിലെ ഉസ്താദന്മാരോടും അദ്മിനിമാരോടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഒരു KMICയുടെ എല്ലാ ശ്രോതാക്കളും 70,000 ദിക്ർ ചൊല്ലി തീർത്തു അല്ലേ? നമുക്ക് ഒരുങ്ങല്ലേ? ഞപ്പൊരുങ്ങനില്ല. അത് നമുക്ക് വേണമെങ്കിൽ അൻവർ സാഹിബിനൊക്കെ ഏതായാലും നമ്മളൊരു മയ്യത്ത് പരിപാലനം എന്ന വിഷയം പൂർത്തീകരിച്ച് നമ്മളുടേതായ ഒരു വ്യക്തിയുടെ മയ്യത്ത് ഖബറിലേക്ക് എത്തുമ്പോഴേക്ക് ഈ ക്ലാസ് കേട്ട എല്ലാരും പറയുന്ന ഞാനും കേട്ടവരൊക്കെയും 70,000 ദിക്ർ KMICയുടെ ശ്രോതാക്കളെ ചൊല്ലിത്തൂർത്തു. അത് വല്ലാത്ത ഒരു മഹത്തായിരിക്കും. നമുക്ക് എന്തും ചെയ്യാം. നമ്മൾ ചൊല്ലിയാൽ ആ ചൊല്ലിയതിന്റെ പ്രതിഫലം ഈ KMICക്ക് വേണ്ടി പ്രവർത്തിച്ച ഈ KMICയുടെ ശ്രോതാക്കൾ ഇതിനു വേണ്ടി സഹായിച്ച പലവരും മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെയും നമുക്കത് അധികം ചെയ്യാം. ഹത്തം മോത്ത് കയ്യത്തെ ഞാനൊരു അഭിപ്രായം പറഞ്ഞതാ. അത് നമ്മുടെ വ്യക്തിപരമായി നമ്മൾ മരിച്ചതിന് ശേഷം ചെല്ലുന്നവര് ഏത് നിലക്ക് ആരാ ചെല്ലുന്നു? ഇപ്പൊ പല സദസ്സിലും ചെന്നോക്കി, നിങ്ങളൊന്ന് ചെന്നോക്കി. ഇന്റെ ഈ ഒരു ക്ലാസ്സിന് ശേഷം നിങ്ങൾ ആരെങ്കിലും മരിച്ച വീട്ടില് ഒരു 70,000 ദിക്ർ ചെല്ലുന്ന കോലം നിങ്ങളെ നോക്കുന്നുണ്ട്. ആ ചെല്ലുന്നോലെ മുഖത്തേക്ക് കുറെ ആൾക്കാർ ആ ഒരു ചായ എന്തെങ്കിലും ഒരു ലഘു കാര്യം കഴിച്ചിട്ട് ചെല്ലാനായിട്ട് ഒരുങ്ങും. പിന്നെ ചില ആൾക്കാരൊന്നും ഈ 10 മണിക്ക് അതായത് ഇപ്പൊ ദിക്റൊക്കെ ഉണ്ട്, നാസ്തൊന്നും കഴിക്കാതെ പോയതായിരിക്കും. ഓൻക്ക് ഏകദേശം ഒരു 11 മണിയാകുമ്പോഴേക്ക് വിശപ്പ് തുടങ്ങും. ഓൻ എന്ത് ചെയ്യും? ചുമരുമക്കാണ്ട് ചാരിയിരിക്കും. എന്നിട്ട് ആ ഗുഹ്യം പൊളിച്ചെങ്ങാണ്ട് വായും പൊളിച്ചെങ്ങാണ്ട് അങ്ങനെ ഉറങ്ങുന്നുണ്ടാവും. ഉറങ്ങിയിട്ട് ഇതിന് നേതൃത്വം നൽകുന്ന ഒരു ഉസ്താദ് ഉണ്ടാവും. ഈ ഉസ്താദ് ആ ഉസ്താദിന്റെ എണ്ണം പൂർത്തിയാക്കിയിട്ടുണ്ടാവും. മൊത്തം എണ്ണ എടുത്തു. എത്ര ആളുണ്ട്? ഒരു 100 ആൾക്കാരുണ്ടല്ലേ? അപ്പൊ നമ്മളെ എണ്ണ എടുക്കലാ. ദിക്റിന് എണ്ണ എടുക്കലാ. ഒരു 100 ആൾക്കാർ. എന്നാ ഒരു 1000 ചെല്ലല്ലേ? നീ കമ്മിയാവണ്ട, ഒരു 1000 ചെല്ലുക. അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു 100 ആൾക്കാരുണ്ടാവും. ഒരു 750 ചെല്ലുക. എന്നിട്ടോ അതിന് ഒരാൾ എണ്ണം പിടിക്കും. അയാളിങ്ങനെ കറക്റ്റ് എന്തായാലും ആ എണ്ണം പിടിച്ചു. ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ഈ എണ്ണ എല്ലാവരും 750 ചെല്ലി തീർക്കേണ്ടതാ. അതിന്റെ ഇടയിൽ കുറെ ആൾക്കാർ മൊബൈൽ അറ്റൻഡ് ചെയ്യാൻ പോയി. കുറെ ആൾക്കാർ ചുമരുമക്കും ചാരിയിട്ട് തൊല്ലിയും പൊളിച്ച് അവിടെ അങ്ങനെ ഇരുന്ന് ഉറങ്ങി. എല്ലാം കഴിഞ്ഞ് എണ്ണം പിടിക്കുന്ന ആളൊന്ന് കയ്യേച്ചൊന്നിങ്ങനെ കൊത്തും. അപ്പലാ പിന്നെ എല്ലാവരും എഴുന്നേൽക്കുന്നു. എണ്ണായി. ഇപ്പൊ എല്ലാവരും 750 നോക്കിങ്ങള്. ഇവരെവിടെ ഈ മയ്യത്തിന്റെ 70,000 ദിക്റത്തിന്? നല്ല ആലോചിക്കണം. നമ്മളെ ഖബർ രക്ഷപ്പെടണമെങ്കിൽ ഈ കാലത്ത് നമ്മൾ തന്നെ അമൽ ചെയ്യണം.
ഞാൻ മരിച്ചതിന് ശേഷം എന്റെ മക്കള് ചെയ്യും, എന്റെ വാപ്പ ചെയ്യും, എന്റെ അലിയമാര് ചെയ്യിച്ചിട്ട് ഇത് മാറ്റിയേക്കണ്ട. സ്വന്തം ജീവിതത്തിൽ 70,000 ദിക്റ് ചൊല്ലി തീർക്കാൻ പറ്റുമോ? നാളെ ആഖിറത്തിൽ വലിയ ഉപകാരമായിരിക്കും. നമ്മളുടെ മരണാനന്തരം നമ്മുടെ കുടുംബമിത്രാദികൾക്ക് ചെല്ലുകയാണെങ്കിൽ ചൊല്ലിക്കോട്ടെ, നമ്മളത് വിഷയാക്കണ്ട. സ്വന്തം ജീവിതത്തിൽ ഉറപ്പായിട്ടൊരു 70,000 ദിക്റ് എണ്ണം കൂടാതെയും ചുരുങ്ങാതെയും ചൊല്ലി തീർക്കാൻ. പിന്നെ നീ എണ്ണം ചുരുങ്ങിയ ഏതായാലും അതിന്റെ കൂലില്ല, നല്ല ശ്രദ്ധിക്കണം. 70,000 ഒരു ദിക്റിന്റെ എണ്ണം പറഞ്ഞ് അത് ചുരുങ്ങിയാൽ ഏതായാലും അതിന് കൂലില്ല, കാരണം എണ്ണം ചുരുങ്ങി എന്ന നിലക്ക്. കൂടിയാലോ? അപ്പൊ 70,000 ചെല്ലേണ്ടോത്ത് 70,001 ചൊല്ലി, 33 സുബ്ഹാനല്ല ചെല്ലേണ്ടോത്ത് 34 സുബ്ഹാനല്ല ചൊല്ലിയാൽ 33ന്റെ കൂലി അല്ലെങ്കിൽ 70,000ന്റെ കൂലി ലഭിക്കുമോ ലഭിക്കില്ലേ? ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ എണ്ണം പറഞ്ഞ ദിക്റ് കൂടിയാലുള്ള വിഷയവും കുറഞ്ഞാലുള്ള വിഷയവും തൊയ്ഫ, ഫത്തുഹുൽ ബാരി പോലത്തെ ഗ്രന്ഥങ്ങൾ, ഹദീസിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളും ഫിഖിന്റെ ഗ്രന്ഥങ്ങളൊക്കെയും അത് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഇപ്പൊ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് എന്താണ്? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് മയ്യത്തിന് പ്രതിഫലം കിട്ടുന്ന രൂപത്തിലാകുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ, അതല്ലെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാൻ നിങ്ങളെ ഞാൻ ശ്രദ്ധ ക്ഷണിക്കാൻ ചെയ്തത്. ഇനി അതിന്റെ ഇസ്ലാമിക വശങ്ങളും രൂപങ്ങളും ഭാവങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അപ്പൊ ഞാൻ പറയട്ടെ, ഈ യാസീൻ ഓതിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും മുണ്ടാതെ നിൽക്കുകയാണ്. പക്ഷെ മഹാനായ പേരൂർ ഉസ്താദിന്റെ നാട്ടിലൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഒരാൾ പറഞ്ഞതാണ്. അത് ഉസ്താദിന്റെ പ്രസംഗത്തിൽ തന്നെ അങ്ങനെ ഒരിക്കൽ ഉസ്താദിന്റെ ഏതോ ഒരു സീഡിയിൽ കേട്ട മാതിരിയും എനിക്ക് തോന്നുന്നുണ്ട്. എന്ത്? മരിച്ച വീട്ടിൽ ആ മയ്യത്ത് പള്ളിയിലേക്ക് എത്തുന്നതിന് മുമ്പ് കരയ്ക്ക് 70,000 ദിക്ർ അവരെ ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടാവും. എന്താ നമ്മളങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക? അതല്ലെങ്കിൽ ഇനി ഒന്നുമില്ലെങ്കിൽ ഇഖ്ലാസ് സൂറത്ത് ആവർത്തിക്കുക. ഞാനിത് പറയാൻ കാരണം എന്താ? പല മരിച്ച വീട്ടിൽ യാസീൻ ഓടിക്കഴിഞ്ഞാൽ പിന്നെ കാമാനൊരു മനുഷ്യൻ മുന്തിനില്ല. പിന്നെ ആ മയ്യത്ത് പുറത്തേക്ക് വന്നതിന് ശേഷമാണ് ഇഖ്ലാസ് സൂറത്ത് ആരംഭിക്കുന്നത്. അപ്പൊ എങ്ങനെയോ ഒരു വിശ്വാസം, യാസീൻ ഓടിക്കഴിഞ്ഞാൽ ഇനി അവിടെ വേറൊന്നും ഹൈറായ കാര്യങ്ങളൊന്നും ചൊല്ലാൻ പാടില്ല എന്ന ഒരു ധാരണയുള്ള മാതിരി തോന്നിപ്പോകുന്നത് കൊണ്ട് പറയാണ്. ചിലപ്പോൾ എന്റെ ധാരണ പെശകായിരിക്കും, പക്ഷെ പല സ്ഥലത്തും സംഭവിക്കുന്നത് അങ്ങനെയാണ്. ഇരിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം ഇനി അതൊന്ന്, ഇനി മറ്റൊന്ന് പറയാ, അതൊക്കെ ദിക്ർ ചൊല്ലലും മൗലൂദ് ഓതിപ്പിക്കലൊക്കെ സുന്നത്ത്, അതവിടെ ഇരിക്കട്ടെ. ഇന്ന് നമ്മളെ മരിച്ച വീട്ടില് എത്ര വീട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം? ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം. പറഞ്ഞ കാര്യം അങ്ങനെ തന്നെയാണ്, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താ? ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഒരു വ്യക്തി മരിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? മരിച്ച ഉടനെ ചില കാര്യങ്ങൾ ആ വ്യക്തിക്ക് ശാരീരികമായി ചെയ്തു കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താ ശ്രദ്ധിക്കുന്നത്? നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നത്? വേഗം പിന്നെ മരിച്ച വിവരം അറിയിക്കാനും അനൗൺസ്മെന്റ് നടത്താനും ഒക്കെയും ചെയ്യും. എല്ലാം കഴിഞ്ഞ് മയ്യത്ത് കുളിപ്പിക്കലും കഫൻ ചെയ്യലും എല്ലാം കഴിഞ്ഞു. ചിലപ്പം മയ്യത്ത് ആരെങ്കിലും മരിച്ചാല് ചിലപ്പം ഗൾഫിൽ നിന്ന് ആരെങ്കിലും വരാൻ വേണ്ടി ഫീസറിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മള് ആ ഒരു മരിച്ച വിഷയങ്ങൾ പെട്ടെന്ന് കുളിപ്പിക്കുക എന്ന മസ്അല ചർച്ച ചെയ്യുന്നിടത്ത് ആ വിഷയം ഇൻഷാ അല്ലാഹ് അത് കടന്നു വരും. ഞാൻ അതിലേക്ക് പോയി കടക്കുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് മയ്യത്ത് പള്ളിയിലെത്തി മയ്യത്ത് നിസ്കരിക്കുന്നതിന്റെ മുമ്പേ ഒരു അലോസ്മെന്റ്. എന്താ അലോസ്മെന്റ്? ഇത് ശ്രദ്ധിക്കണം. ഈ മയ്യത്തിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരുമായി ബന്ധപ്പെടേണ്ടതാണ്. 3 ബന്ധപ്പെടല. ബന്ധപ്പെട്ടവരുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇതാപ്പൊ നമ്മൾ ചെയ്യുന്നത് എല്ലാ മഹല്ലത്തിലും. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ടത് എപ്പോഴാ? ഒരു വ്യക്തി മരിച്ചാൽ മരിച്ച കടം, ഈ വ്യക്തിക്ക് കടമുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഞാനൊരു വിഷയത്തിന് ആമുഖം കുറിക്കുന്നത്, നമ്മളൊരു വിഷയം ഒരു വ്യക്തി മരിച്ചത് കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥമായ ഇസ്ലാമിക രീതിയിലേക്ക് നമ്മുടെ KMICയുടെ ശ്രോതാക്കളെ ഞാൻ കൊണ്ടുവരികയാണ്. അതിനു വേണ്ടിയിട്ട് അത് പറയുന്നത്. നോക്കിങ്ങൾ നിഹായ മുഗ്നി പോലത്തെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെയും വളരെ വ്യക്തമായ ഒരു മസ്അല കാണാം. ഇന്ന് കടമില്ലാതെ മരിക്കുന്നവർ അപൂർവമാണ്. എല്ലാവരും കടം കൊണ്ട് മരിക്കുന്നവരാ. അല്ലാഹു തആല കടം കൂടാതെ മരിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകട്ടെ.
അതിന്റെ ഗൗരവങ്ങളൊക്കെയും വളരെ വ്യക്തമായി പല പ്രാവശ്യം നമ്മൾ കേട്ടതാണ്. ഇൻഷാ അല്ലാഹ് ഇനി അത് സംബന്ധമായുള്ള വിശാലമായ ചർച്ചയിൽ നമുക്ക് അത് കടന്നു വരുമെന്നും സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഞാൻ പറയുന്നത് വളരെ വ്യക്തമായി. ഓക്കെ, ഒരു വ്യക്തി മരിച്ചതിന്റെ ശേഷം ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താ? ഈ മയ്യത്തിന് കടമുണ്ടെങ്കിൽ ഈ കടം വീട്ടാനാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് അവിടെ നിഹായ മുഗ്നി പോലത്തെ കിതാബുകളൊക്കെയും പറയാൻ അഖിബ മൗത്തിഹി, അവൻ മരിച്ച ഉടനെ എന്ന് പറഞ്ഞാൽ ഐ ഖബിലൽ ഇസ്തിഗാലി ബിഗുസ്ലിഹി വഗൈരി, അവനെ ആ മയ്യത്തിനെ കുളിപ്പിക്കൽ കൊണ്ടും അല്ലാത്ത കാര്യങ്ങളെ കൊണ്ടും ജോലിയാകുന്നതിനു മുമ്പ് എന്ത് വേണം? മയ്യത്തിന്റെ കടം വീട്ടാനാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എല്ലാം കഴിഞ്ഞ് വാപ്പ ഗൾഫിൽ നിന്ന് ഈ വ്യക്തി മരിച്ചിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം മയ്യത്തിന്റെ കടത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത് എങ്കിൽ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നു ഖബിലൽ ഇസ്തിഗാലി ബിഗുസ്ലിഹി വഗൈരിഹി മിൻ ഉമൂരിഹി, അതായത് മയ്യത്തിന്റെ മറ്റു കാര്യങ്ങളൊക്കെയുമായി ബന്ധപ്പെടുന്നതിനു മുമ്പ്, കുളിപ്പിക്കുന്നതിനു മുമ്പ്, അതുപോലെ തന്നെ കഫൻ തുണി വാങ്ങാൻ ശ്രദ്ധിക്കുന്നതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട പ്രഥമമായ കാര്യം എന്താണ്? മയ്യത്തിന്റെ കടത്തെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടി ഞാൻ എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുന്നു. തന്റെ വാപ്പാര് മരിക്കുമ്പോ, ഉമ്മമാര് മരിക്കുമ്പോ, ജ്യേഷ്ഠന്മാര് മരിക്കുമ്പോ, മുഹബ്ബീങ്ങൾ മരിക്കുമ്പോ ആ വ്യക്തിക്ക് കടമുണ്ടെങ്കിൽ ആ കടത്തിനൊരു പരിഹാരമാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. എന്താണ്? പരിഹാരമാണ് ആദ്യമായി ഉണ്ടാക്കേണ്ടത്. പക്ഷെ ഇനി നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ല. ഇരിക്കട്ടെ, ഞാൻ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മസലകളിലേക്കല്ല കടക്കുന്നത്. നമ്മൾ ഈ വിഷയം പഠിക്കണം എന്നതിലേക്കാണ് നിങ്ങളെ ശ്രദ്ധ. നിങ്ങൾ നോക്കൂ, ഇനി നമ്മളെ നാടുകളിലേക്ക് നടക്കുന്ന മറ്റൊരു വിഷയ, ഇതിലൊക്കെ എന്താ അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു ഗൗരവം ആലോചിച്ച് നോക്കി. മരിച്ച വീട്ടിലേക്ക് ചീരിന് കൊണ്ടുവരിക, മരിച്ച വീട്ടിലേക്ക് ചീരിന് കൊണ്ടുവരണം, നല്ലതാണ്. പക്ഷെ ഇന്ന് മിക്ക ആൾക്കാരും എങ്ങനെ ഇപ്പൊ മരിച്ച വീട്ടിലേക്ക് 3ന്റെ അന്ന് ദിക്റിന് പോകുമ്പോ അല്ലെങ്കിൽ 7ന്റെ അന്ന് ദിക്റിന് പോകുമ്പോ കയ്യും വീശിയിട്ട് എങ്ങനെ പോവുക? ഓർക്കെന്താ തോന്നുക? മരിയോന്റെ വീടല്ലേ, അമ്മായിയുടെ വീടല്ലേ, കയ്യും വീശിയിട്ട് എങ്ങനെ പോവുക? എന്തെങ്കിലും ഒന്നുമില്ലാത്ത നേരത്തന്നെ ഇപ്പൊ ഓന്റെ മരണം. നോക്കിങ്ങള്, ഞാൻ എത്രയോ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ കയ്യിൽ ഒന്നുമില്ലാത്ത നേരത്താണ് ഓന്റെ മരണം എന്ന്. കാരണം ഈ മരിച്ച വീട്ടിൽ പോകുമ്പോ ചീനി വാങ്ങാൻ കായില്ലാണ്ട് പോകാൻ മരിച്ച സമയം പറ്റിയില്ലാണ്. ആ പാവം 1-ാം നമ്പർ വെള്ളിയാഴ്ച രാവിലെ 27-ാം രാവിന്റെ അന്ന് വ്യാഴാഴ്ച രാത്രി 12 മണിക്കേക്കാലം മരിച്ചിക്കുക. പക്ഷെ മറ്റോ പറഞ്ഞത് ഈ കയ്യിലൊന്നുമില്ലാത്ത നേരത്താ ഓന്റെ മരണം സംഭവിച്ചത്. കാരണം ഇവനിക്ക് ചീനി വാങ്ങാൻ കായില്ല. അപ്പൊ മറ്റോ മരിക്കേണ്ടത് ഇവനിക്ക് ചീനി വാങ്ങാൻ കായില്ല നേരത്താവനെന്ന് ആകത്തുക. ഞാൻ പറയുന്നത് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം മോമിനീങ്ങളെ. നിങ്ങളെയൊക്കെ കാശില്ലെങ്കിൽ നിങ്ങൾ ആ പണിക്ക് നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിഷയത്തോടാർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ എതിർപ്പ് രേഖപ്പെടുത്താം. കാരണം നമ്മളൊരു ചീരിന് മനസ്സോടുകൂടെ ഇതെങ്ങനെ ഇപ്പൊ കയ്യും വീശി പോകുക എന്ന് വിചാരിച്ച് കടം വാങ്ങിച്ച് 5 കിലോന്റെ അലിവന്റെ കെട്ടും വാങ്ങിച്ച് ഈ മരിച്ച വീട്ടിലേക്ക് പോയാൽ എത്ര മനുഷ്യന്മാർ ഈ മുതൽ തിന്നുന്നുണ്ടാവും? ആ മഹല്ലത്തിലെ കുട്ടികളും ഉസ്താദന്മാരും കാരണവന്മാരൊക്കെ തിന്നുന്നത് മുതലല്ലേ? നമുക്ക് പൊരുത്തല്ലാതെ എന്തിനാണ് ഈ മുതൽ വാങ്ങിക്കൊണ്ടുപോകുന്നത്? എന്തിനാണിത്? നമ്മളെ നാട്ടാര നേരെ മറിച്ച് ഒരു മയ്യത്തിനോടുള്ള സ്നേഹം എന്റെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേരിൽ ആ വ്യക്തിയുടെ നാട്ടിൽ തന്നെ ഒരു സദക്ക ചെയ്ത് ഞാൻ ദ്വാരിപ്പിക്കട്ടെ എന്നുള്ള നല്ല മനസ്സോടുകൂടെ നല്ല കാര്യമാണ്, നല്ല ഖൈറാണ്. നേരെ മറിച്ച് ആചാരങ്ങളും നാട്ടിൽ നടക്കുന്ന മാമൂലുകളും പരിഗണിച്ച് മനസ്സിൽ യാതൊരു തൃപ്തിയുമില്ലാതെ കയ്യും വീശി ചെല്ലേണ്ട മടി കാരണം എവിടെന്നൊക്കെയോ കടം വാങ്ങി നാട്ടിൽ നടക്കുന്ന മാമൂലുകളുടെ പിന്നാലെ പാഞ്ഞ് നമ്മുടെ മനസ്സ് പൊരുത്തമില്ലാത്ത ഒരു മുതൽ എന്തിനാണ് നാട്ടേരെ കൊണ്ട് തീറ്റിപ്പിക്കുന്നത്? ഞാൻ വ്യക്തമായി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ചോദിക്കാൻ. അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ലല്ലോ. നമ്മൾ ഒരാൾക്ക് ഒരു മുതൽ തിന്നാൻ കൊടുക്കുമ്പോ നമ്മൾ അതൊരു പൊരുത്തപ്പെട്ട മുതലാവണം.
പക്ഷെ ഇന്നതൊരു ആചാരമായി മാറിയിട്ടുണ്ട്. ഞാൻ ആ ഒരു വിഷയം പറയാൻ കാരണം ഇവരൊരു ഫിഖ്ഹിയായ മസ്അല കടന്നു വരുന്നുണ്ട്. ഞാൻ മരിച്ചു, എന്റെ വീട്ടിലേക്ക് മുസ്തഫ ആലൂര് കുറച്ച് അലുവ കൊണ്ടുവന്നു. അങ്ങനെ വിചാരിച്ച, അല്ലെങ്കിൽ മുസ്തഫ ആലൂര് വിളിച്ചു പറഞ്ഞെന്ത് വീട്ടിക്ക് അബൂ റയ്യാൻ ഉസ്താദ് മരിച്ചിരിക്കുന്ന കുറച്ച് ചീരിനേറ്റ് പോകണമെന്ന് പറഞ്ഞ് 5 വിളിച്ചു പറഞ്ഞ്. ഈ ചീരിന് കൊണ്ടുവന്നാൽ ഇത് തിരിച്ചു കൊടുക്കണോന്നാണ് ഇനിയിപ്പോ ചോദ്യം. അതൊരു മസ്അല കിടക്കുന്നുണ്ട്. എത്ര ആൾക്കാർ തിരിച്ചു കൊടുക്കുന്നുണ്ട്, എത്ര ആൾക്കാർ തിരിച്ചു കൊടുക്കാതിരിക്കുന്നുണ്ട്. മരിച്ച വീട്ടിലേക്ക് കൊണ്ടുവന്ന ചീരിന് ആ കൊണ്ടുവന്നവരുടെ വീട്ടിൽ മരണം സംഭവിക്കുമ്പോ തിരിച്ചു കൊടുക്കണോ കൊടുക്കണ്ടേ? അതൊരു മസ്അലയാണല്ലോ. അതൊരു സാമ്പത്തിക ഇടപാടാണല്ലോ ഈ നടക്കുന്നത്. പൊരുത്തമില്ലാത്ത ഒരു മുതൽ തിന്നാൻ പാടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നവരല്ലേ. അതുകൊണ്ട് മരിച്ച വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ചീരിനിയുടെ ഇസ്ലാമിക മാനം എന്താണ്? അത് തിരിച്ചു കൊടുക്കേണ്ട മുതലാണോ? തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അവരുടെ ഹക്കടവാരും ഒരു വീട് കുതിരിക്കല, ഒരാളെ വീട് കുതിരിക്കലാണ്. അപ്പൊ ഞാൻ ക്ഷണിക്കുമ്പോ നമ്മൾ പലരും പല സാധനങ്ങളും കൊണ്ടുചെല്ലും. ഒരാളും പോയി കൊണ്ടെല്ലാം മാറത്തില്ല. വീട് കുതിരിക്കുന്ന നിങ്ങൾ ഫാൻ കൊണ്ടുവരണം, ഇത് ഗ്രൈൻഡർ കൊണ്ടുവരണം, ഇത് ഡിന്നർ സെറ്റാ കൊണ്ടുവരേണ്ടത്, ഇത് ഇസ്ത്രീപറ്റിയാ കൊണ്ടുവരേണ്ടതെന്ന് ആരും പറഞ്ഞിട്ടില്ല. പിന്നെന്താ നമ്മൾ കുതിരിക്കൽ പറഞ്ഞു. നമ്മൾ കുതിരിക്കലിന് ചെല്ലുമ്പോ അവരിപ്പോ എന്താ മനസ്സിൽ എങ്ങനെയപ്പോ കയ്യും വീശിട്ട് പോവുക? കയ്യും വീശി പോവല വിഷയം. ഇത് ഈ വ്യക്തിക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കാനോ ഈ വ്യക്തിക്ക് ഉപകരിക്കോ അതൊന്നും ചിന്തിക്കുന്നില്ല. ചിലോല് എല്ലാവരും കൊണ്ടൊരു ഫാനാ കുതിരിക്കലിന് വരുമ്പോ, അതും തന്നെ ലോക്കൽ ഫാന്. മുസ്തഫ KSEBയുടെ ക്ലാസ് ഒക്കെ കേട്ട നിങ്ങൾക്ക് അറിയാം, ഏറ്റവും കൂടുതൽ കരണ്ട് ചെലവാകുന്നത് ഫാനുമേൻ. കഴിഞ്ഞ ഞായറാഴ്ച പോയ അതിലൊക്കെ കരണ്ട് അല്പം ചെലവാകും. വീട് കുതിരിക്കലിന് വരുമ്പോ എല്ലാവർക്കും ആവശ്യം എന്താ? കയ്യും വീശി വരാനാവൂല, ഓനും കൊണ്ടുവരും ചുരുങ്ങിയ കായ്ക്ക്. കാരണം 600 രൂപയ്ക്ക് ഫാൻ കിട്ടുന്ന കാലാണ്. അതേമായിക്കന്നെ 600 രൂപയ്ക്ക് ഡിന്നർ സെറ്റ് കിട്ടുന്ന കാലാണ്. ഇത് കുറെ കൊണ്ടുവരികയാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇതിന്റെ ഒക്കെ ഒരു ഇസ്ലാമിക മാനമുണ്ട്. ഇങ്ങനത്തെ സന്തോഷാവസരങ്ങളിൽ ഒരു വീട്ടിലേക്ക് കൊണ്ടുവരുന്ന മുതല് അത് തിരിച്ചു കൊടുക്കണോ കൊടുക്കണ്ടയോ ചർച്ചകൾ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ നടക്കുന്നു. നമുക്ക് ചർച്ച ചെയ്യാം, വേണ്ടതുപോലെ നമുക്ക് പരിഗണിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒന്ന്, ഇതും നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി ഞാൻ മനസ്സിലാക്കണം. ഇനി മറ്റൊരു കാര്യം, അതാണ് എല്ലാം ഞാൻ വളരെ വ്യക്തമായി ഈ കടത്തിന്റെ കാര്യവും അതുപോലെ തന്നെ അതായത് PM കടം മരിച്ച ഉടനെ കടം വീട്ടാൻ കാശില്ലെങ്കിൽ എന്താ ചെയ്യാൻ? അതൊരു ചോദ്യമാണ്. അത് നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരാണ് വേണ്ടത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ല ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു. പക്ഷെ ഒരാൾ മരിച്ചു നോക്കുമ്പോ ഈ കടം വീട്ടാന് ഇയാളേക്കും കാശില്ല, മക്കളേക്കും കാശില്ല. അപ്പൊ എന്താ ചെയ്യുക ഉസ്താദേ? ഏതായാലും വിഷയവുമായി ബന്ധമുണ്ടായത് കൊണ്ട് ഞാൻ അതിന്റെ ഒരു ഉത്തരം പറയാം. കാരണം എപ്പോഴാണ് മനുഷ്യന്മാരും മരിക്കാന്ന് പറയാൻ പറ്റൂലല്ലോ. അതിനൊരു മാർഗമാണ് ഹവാലത്താക്കുക എന്ന് പറയും. ഹവാലത്താക്കാനാണ് നമ്മൾ അതിന്റെ രൂപം ഞാൻ ആദ്യം പറയാം. നമ്മളിപ്പോ അതിന്റെ അറബിയൊന്നും പറഞ്ഞാൽ സാധാരണക്കാർക്ക് തിരിഞ്ഞില്ലാന്ന് വരും. സാധുവായ ഞാൻ മരിച്ചു, ഞാൻ ഒരാൾക്ക് 25,000 രൂപ കടം കൊടുക്കാനുണ്ട്. അങ്ങനെ സങ്കല്പിക്കേണ്ട സംഭവം അങ്ങനെ തന്നെ കൂട്ടിക്കോലി. ഞാൻ 25,000 രൂപ കടം കൊടുക്കാനുണ്ട്. ഞാൻ മരിച്ചു. എന്റെ മകൻ റയ്യാനിനറിയാം എന്റെ ഉപ്പ തിരുവമ്പാടിക്ക് 25,000 രൂപ കടം കൊടുക്കാണ്ട്. ഏതായാലും തിരുവമ്പാടിനെ തിന്നാൽ ലാഭക്കൂലി കച്ചവടം ഞങ്ങൾ നടത്തിയതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താക്കാം, തിരുവമ്പാടിനെ തന്നെ പിടിക്കാം. തിരുവമ്പാടിക്ക് ഞാൻ 25,000 രൂപ കൊടുക്കാനുണ്ട്. ആർക്കറിയാം? എന്റെ മകൻ റയ്യാൻ മോനിക്കറിയാം. റയ്യാൻ മോൻ ഏകദേശം ഒരു 10, 15, 14 വയസ്സയക്കുന്നു. നിങ്ങൾ കൂട്ടിക്കോലി. അതങ്ങൾ കൂട്ടിയാൽ മതി, മറ്റു നിങ്ങൾ കൂട്ടേണ്ട കാര്യമുള്ളത് അങ്ങനെ തന്നെയാണ്. അപ്പൊ റയ്യാൻ പറഞ്ഞു, തിരുവമ്പാടി അബ്ദുൽ കരീം സാഹിബ്, ഇന്റെ ഉപ്പ സാദിക്കലി അല്ലെങ്കിൽ അബൂ റയ്യാൻ തരാറുള്ള 25,000 രൂപ ഞാൻ ഏറ്റു. അത് എല്ലാവരും പഠിക്കേണ്ട ഒരു മസ്അലയാണ്. എന്റെ സാധാരണക്കാരായ മുഅ്മിനീങ്ങൾ പഠിക്കേണ്ട ഒരു മസ്അലയാണത്. ഏത്? 25,000 രൂപ ഞാൻ ഏറ്റു. ഇപ്പൊ ഞാൻ എന്റെ ഉപ്പ തരാനുള്ള 25,000 രൂപ ഞാൻ ഏറ്റു എന്ന് പറയലോടുകൂടെ
അത് തിരുവമ്പാടി സമ്മതിക്കുകയും ചെയ്താൽ ഇപ്പൊ ഞാനും മരിച്ചു കിടക്കുന്ന ഞാനും തിരുവമ്പാടിയും തമ്മിൽ സാമ്പത്തിക ഇടപാട് ഇല്ല. ഇപ്പൊ ഇനി സാമ്പത്തിക ഇടപാടുള്ളത് ആരാണ്? മരിക്കാത്ത എന്റെ റയ്യാൻ മോനും അതുപോലെ തന്നെ തിരുവമ്പാടിയും തമ്മിലാണ്. നോക്കികള്, ഇതൊരു മസ്അലയാണ്. ഇത് നമ്മൾ മരിച്ച ഉടനെ ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇത് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതല്ല. എന്തേ കാരണം? മരിച്ച വ്യക്തിയുടെ റൂഹ് സ്വർഗത്തിലേക്കത് കടക്കണമെങ്കിൽ ഒരു ഹക്കടപാടില്ലാത്ത അവസ്ഥ ആവണം. എത്ര അമല്, എത്ര ഹജ്ജ്, എന്ത് ചെയ്തോനാണെങ്കിലും ഞാൻ ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം ഉണർത്താം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാള് 3 പ്രാവശ്യം യുദ്ധം ചെയ്തു ഷഹീദായി മരിക്കാൻ ഈ ഭൂമിയിൽ ഭാഗ്യം ലഭിച്ചവനാണെങ്കിലും കടമുണ്ടെങ്കിൽ അവൻ ആഖിറത്തിൽ രക്ഷപ്പെടൂല. നോക്കിങ്ങള്, അതുപോലെ തന്നെ പല പ്രാവശ്യം നമ്മൾ കേട്ടൊരു വിഷയാണ് എന്ത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന സ്വഹാബത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട മയ്യത്തിന് കടമുണ്ടെങ്കിൽ നിസ്കരിക്കാതെ റസൂലുള്ള മാറി നിന്നിരുന്നു. അള്ളാഹു കടം കൂടാതെ മരിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആ സുഹൃത്ത് അറിയിച്ചപ്പോ ഞാൻ സാന്ദർഭികമായ ആ വിഷയം ഒന്ന് ഉണർത്തിയത് മാത്രം. ഞാൻ പറയുന്നത്, ഇങ്ങനെ മരിച്ച വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ചീരിനികൾ, ഇതിന്റെ ഇസ്ലാമിക മാനമെന്ത്? ഇത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആഖിറത്തില് ഈ മരിച്ച വീട്ടുകാർ ഉത്തരവാദികളാകുമോ ഇല്ലേ? എന്താണ് അതിന്റെ ഒരു ഇസ്ലാമിക മാനം? ഏതായാലും ഉണ്ടാകാതിരിക്കില്ലോ ഒന്ന്. ഇനി അതുപോലെ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോ മിഞ്ഞാനും ഞാൻ ഒരു ആമുഖം കുറിച്ചു, ഇന്നും ഞാൻ ആമുഖം കുറിച്ചു. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ സ്ത്രീകളുടെ സ്പെഷ്യൽ ക്ലാസ് ആണ്. അപ്പൊ നമുക്കതിൽ ആവശ്യം വരും. മരിച്ച വീട്ടില് മരിച്ച വ്യക്തിയുടെ അടുക്കൽ പോയിട്ട് ഹൈലുകാരിക്ക് നിൽക്കാൻ പറ്റുമോ? പ്രസവകാരികൾക്ക് നിൽക്കാൻ പറ്റുമോ? മരിച്ച വ്യക്തിയെ ഹൈലുകാരിക്ക് കുളിപ്പിക്കാൻ പറ്റുമോ? പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് കുളിപ്പിക്കാൻ പറ്റുമോ? പോലോത്തതിലൊക്കെ ഒരുപാട് തെറ്റായ ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമുക്കത് നാളെ മറ്റു വിഷയങ്ങളൊക്കെയും അടുത്ത ദിവസങ്ങൾ കടന്നു വരും. ഇന്ന് ഞാൻ ഉപയോഗിച്ചത് ഈ വിഷയത്തിന്റെ മർമ്മങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം തെറ്റായ അന്ധവിശ്വാസങ്ങള് കടന്നുകൂടിയ ഒരു കാര്യമാണ് ഒരു ഭർത്താവ് മരിച്ചാൽ ഭാര്യ മരണത്തിന്റെ ഇദ്ദ ആചരിക്കല്. എന്തെല്ലാം അന്ധവിശ്വാസങ്ങള്! എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ, നല്ലോണം നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങൾ ആദ്യം മരിച്ച് ഭാര്യ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യ 4 മാസവും 10 ദിവസവും ഇദ്ദ ആചരിക്കുക എന്ന ഒരു ഉത്തരവാദിത്തം ഭാര്യ നിറവേറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ ശിക്ഷ നാളെ ആഖിറത്തിൽ ഭർത്താക്കന്മാരായ നിങ്ങളും അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉസാദി എന്ന നിലക്കല്ല, ഞാനും എന്റെ ഭാര്യ അത് നിറവേറ്റിയിട്ടില്ലെങ്കിൽ. എന്താണ് ഞാനിത് പറയാൻ കാരണം? ഇന്ന് പല ഭാര്യന്മാരും ഈ ഉത്തരവാദിത്തം നിറവേറ്റുന്നില്ല. കാരണം വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി അഭിപ്രായ വ്യത്യാസമില്ലാതെ പറഞ്ഞൊരു വിഷയമാണ് ഭർത്താവ് മരിച്ചാൽ ഭാര്യ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ 4 മാസവും 10 ദിവസവും ഇദ്ദ ആചരിക്കുക എന്നുള്ളത്. എന്നാൽ നല്ലൊരു വിഭാഗം സഹോദരിമാര് ഇദ്ദ ആചരിക്കുന്നില്ല. എന്തേ കാരണം? അവർക്കതിന്റെ രൂപരേഖകളും മസ്അലകളും അറിയാത്തതിന്റെ പേരിൽ. മസ്അലകളും രൂപരേഖകളും അറിയാത്തതിന്റെ പേരിലും അല്ല, പിന്നെന്താണ്? കുറെ അന്ധവിശ്വാസങ്ങൾ ആ വിഷയത്തിൽ കടന്നുകൂടി. അത് കാരണം അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇദ്ദ ആചരിക്കുന്നില്ല. ഞാൻ ഒരിക്കൽ നമ്മുടെ ചൊവ്വാഴ്ച മദീന മഖ്ദൂമിൽ നിന്ന് ലൈവ് വരുന്ന കാലത്ത് ഞാൻ അങ്ങനെയാണല്ലോ ആദ്യം KMIC-യിൽ കടന്നു കൂടുന്നത്. ചൊഗ്ഗില്ലാത്ത ദിവസമാണ് KMIC-യിൽ കടന്നു വരുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏറ്റവും നല്ല ദിവസമാണ് ചൊവ്വാഴ്ച. ഒരു വഴിക്ക് പോവാനും എല്ലാനും പറ്റിയ ദിവസമാണ് ചൊവ്വാഴ്ച. ചൊവ്വാഴ്ചങ്ങൾ ഒരു വഴിക്ക് പോയോക്കാന്
ആ ദിവസം എന്ത് കാര്യം നേടിയെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. സാധുവായ ഞാൻ ആദ്യമായി KMIC വരുന്നത് മദീന മഖ്ദൂമിൽ നടക്കുന്ന ഒരു ചൊവ്വാഴ്ചക്കലത്തെ ക്ലാസ് ലൈവ് കൊടുക്കലോടുകൂടിയാണ്. ഞാൻ ചൊവ്വാഴ്ച KMIC യാത്ര, ഞാൻ KMIC യാത്ര വന്നത് ചൊവ്വാഴ്ചയാണ്. എനിക്കൊരുപാട് ഉപകാരം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരം കിട്ടിയോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് കിട്ടിയൊരു ഉപകാരം എന്താ? ഒരുപാട് മുഅ്മിനീങ്ങളുടെ ഒരു മഹബത്ത്. ആരെങ്കിലൊക്കെ ഇങ്ങനെ ഈ ചങ്ങായി മരിച്ചത്രേ, ഒരു ഫാത്തിഹ ഓതി നമുക്ക് ദ്വാരക്കുക എന്ന് പറയാനൊരു 10-100 ആൾക്കാരെ കിട്ടി. അതന്നെ എനിക്ക് കിട്ടിയ ഉപകാരം. അല്ലാഹു തആല ഇനിയും നമ്മുടെ ഈ മഹബത്ത് നിലനിർത്തി തരുമാറാവട്ടെ. കാരണം നോക്കി നിങ്ങൾ, ഞാനൊന്ന് സാന്ദർഭികമായി ഉണർത്തുക. ഇന്നലേക്ക് നമ്മുടെ കൂരിയാട് ബാബുസ്താഹിന്റെ അവരെ ഒരുമിച്ച് കൂടിയപ്പോ അൽഹംദുലില്ലാഹ് എന്തോ ഒരു സന്തോഷം. ഒരു ഉമ്മ പെറ്റ മക്കളെ അത്ര സ്നേഹം ഉണ്ടാവൂല. അതിൽ കൂടി നമ്മൾ അഷ്റഫ് ബത്തേരി, തിരുവമ്പാടി, ഒരുപാട് ആളുകൾ, സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് കൂടി. അങ്ങനെ ഉമ്മുറയ്യാൻ വന്നിട്ടും കുറെ എന്നോട് പറഞ്ഞു, ഒരുപാട് ഇന്നിന്നി സ്ത്രീകളൊക്കെയും കണ്ടു. ഒരുപാട് മഹബത്ത്, ഒരു ഉമ്മ പെറ്റ മക്കളില്ലാത്ത അത്രയും സ്നേഹം പരസ്പരം. എന്തൊരു സ്നേഹത്തിലായിരുന്നു. എന്തേ കാരണം? ഈ ഒരു മഹബത്തിന് കാരണം നമ്മുടെ ഈ ക്ലാസ് റൂമാണ്. അള്ളാഹു ഈ മഹബത്ത് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു അമലായി, നാളെ അർശിന്റെ തണലിൽ നിൽക്കാൻ പറ്റാവുന്ന ഒരു അമലായി ഈ മഹബത്തിനെ അള്ളാഹു തആല നമുക്ക് ആക്കി തീർക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, ചൊവ്വാഴ്ച എന്താണ് നല്ല ദിവസം. എന്താ ഈ വിഷയം പറയാൻ കാരണം? 7 കുടുംബം ഈ ചൊവ്വാഴ്ചക്കത്തെ വിഷയം ഇപ്പൊ എങ്ങനെ കടന്നു വന്നു എന്ന് ഞാൻ മറന്നല്ലോ. ഞാൻ മറന്നു. എങ്ങനെ ഇപ്പൊ ഈ ചൊവ്വാഴ്ച എങ്ങനെയാണ്, ചൊവ്വാഴ്ചയിലേക്ക് എങ്ങനെ എത്തിയെന്ന് ഞാൻ മറന്നു. എന്തോ വേറെ പോയിന്റ് പറഞ്ഞപ്പോ. ഏതായിരുന്നാലും ഞാൻ പറയുന്നത് ചൊവ്വാഴ്ച നല്ല ആ വിഷയം നമുക്ക് സ്ത്രീകളുമായി അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാം. അപ്പൊ ഞാൻ പറയുന്നത് ചൊവ്വാഴ്ചക്കലത്തെ ക്ലാസ് ഇപ്പൊ മനസ്സിലായി. ചൊവ്വാഴ്ചക്കലത്തെ ആ ക്ലാസ്സിൽ അത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. നല്ല മനസ്സിലാക്കേണ്ട വിഷയാട്ടോ. പക്ഷേ അന്ന് കേൾക്കാത്ത ഒരുപാട് റേഡിയോ ശ്രോതാക്കൾ ഇപ്പൊ KMIC ഉണ്ടായതുകൊണ്ട് ആ വിഷയം ഇനിയും ആവർത്തിക്കണമെന്ന ഒരു ആഗ്രഹം എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞിട്ട് കേട്ടത് ഓർമ്മയുള്ളവരുണ്ടാകും. ഉള്ളവർക്ക് ഓർമ്മ പുതുക്കാനും ഇല്ലാത്തവർക്ക് കേൾക്കാനും. ഒരു സ്ഥലത്ത് എനിക്ക് പരിചയമുള്ള ഒരു വീട്ടുകാരൻ, ഒരു ഉടമസ്ഥൻ മരിക്കുകയാണ്. ഞാൻ എന്റെ സഹോദരന്മാരെ ബോധവൽക്കരണം നടത്തുകയാണ്. മസ്അല അറിയാത്തതിന്റെ പേരില് നമ്മുടെ ഭാര്യന്മാര് ഇദ്ദ ആചരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അതിന് ഉത്തരവാദികളാവട്ടോ. അതുകൊണ്ട് നമ്മുടെ ഭാര്യന്മാർക്ക് പ്രിയപ്പെട്ട സഹധർമ്മനി ഞാൻ മരിച്ചാൽ നീ ഇദ്ദ ആചരിക്കണം. ഇദ്ദ ആചരിക്കുമ്പോ അവരുടെ പല നാടുകളിലും ഇന്നാലിന്ന വിശ്വാസങ്ങളുണ്ട്. ഈ വിശ്വാസത്തിൽ നീ വഞ്ചിതയായി ഈ ഇദ്ദ ആചരിക്കുന്ന പരിപാടിയിൽ നിന്ന് ഒഴിവാവരുത്. ചില സ്ഥലങ്ങളിൽ 40 പൈസക്കാണ് ഇദ്ദ ആചരിക്കുക. അതായത് 40 പൈസ മൗലൂദ് റാത്തീബൊക്കെ ഉണ്ടാവും പെരേല്. 40 തന്നെ അടിയന്തരം കഴിച്ച് ബിരിയാണി ചെമ്പ് പോകുന്ന പോക്കില് 37 നിസ്കാരക്കുപ്പായും കഴിച്ചിട്ട് ഇണ്ട്. ഇന്റെ അറിവിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. വെറും 40 ദിവസം ഇദ്ദ ആചരിക്കുന്ന സഹോദരിമാര്, ഇദ്ദ ആചരിക്കുന്നവർ. ചിലവര് വിഷയത്തിലുള്ള എന്താണ് തെറ്റായ ധാരണകൾ കാരണം ഈ വിഷയം നടത്തുന്നില്ല. ഞാൻ പറയുന്നത്, ഞാൻ ഈ പരിചയമുള്ളൊരു വീട്ടിൽ ഒരു വ്യക്തി മരിച്ചു. എനിക്കൊരു കൂടുതൽ അടുപ്പമുള്ളൊരു വീടാണ്. അപ്പൊ ഞാൻ ആ വീട്ടിലെ ഒരു മകനോട് ചോദിച്ചു, ഉമ്മ ഇദ്ദ ആചരിക്കണില്ലേന്ന് ചോദിച്ച സന്ദർഭത്തില് ഉമ്മാനോട് ചെന്ന് ചോദിച്ചപ്പോ ഉസ്താദ് ഇങ്ങനെ ചോദിച്ചു, ഉമ്മ എന്താ നിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോ ഉമ്മ പറഞ്ഞു, എനിക്കിപ്പോ ഇദ്ദക്ക് ഇരിക്കാൻ അകത്ത് കക്കൂസില്ല. അങ്ങനത്തെ ഞാൻ ആ ഒരു സഹോദരിയുടെ വാക്ക് കടമെടുത്ത് പറയുന്നത് കൊണ്ട് ഞാൻ അതിന്റെ സാഹിത്യത്തിലേക്ക് കടക്കുന്നില്ല. ടോയ്ലറ്റൊന്നും ബാത്റൂമൊന്നും ഞാൻ പറഞ്ഞില്ല. അതിന് ഔത്ത് കക്കൂസില്ലാത്തതാണ് ഇദ്ദ ആചരിക്കാതിരിക്കാനുള്ള കാരണം. ഇത് നിങ്ങൾ ചോദിച്ചു നോക്കി. ഒരുപാട് സഹോദരിമാരോട് നിങ്ങൾ ചോദിച്ചു നോക്കി. ഒരുപാട് സഹോദരിമാര് ഇദ്ദ ആചരിക്കാതിരിക്കാൻ കാരണം ഔത്ത് കക്കൂസില്ലാത്തത. എവിടെ എത്തിയ വിഷയം? ഇത് പഠിക്കേണ്ടത്. ഞാൻ അബുറയ്യാന്റെ ശൈലി നിങ്ങൾക്കൊക്കെ അറിയാം. കാരണം എനിക്ക് വിഷയം ഗൗരവമായി പഠിക്കലാണ്, സീരിയറക്കലല്ല എന്റെ ഉദ്ദേശം. അതുകൊണ്ട് എന്റെ ക്ലാസ് റൂമിലെ ഒരുപാട് സാധാരണക്കാർ
നമ്മുടെ KMIC റേഡിയോ ശ്രോതാക്കള് വളരെ വ്യക്തമായി വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. കക്കൂസിൽ എന്താ പല സഹോദരിമാരും മനസ്സിലാക്കിയിട്ടുള്ളത്, ഇരിക്കുമ്പോ ആചരിക്കുന്ന റൂണ് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. അപ്പൊ അകത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടെങ്കിലല്ലേ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പുറത്താണ്, ഓടിട്ട വീടാണ്, പഴയ കാലത്തെ വീടാണ്, അകത്തെ അറ്റാച്ച്ഡ് ബാത്റൂമോ കോമൺ ബാത്റൂമോ ഒന്നുമില്ല. അപ്പൊ പുറത്തു പോയി ഇരുന്നിട്ട് പുറത്തേക്ക് പോവണം മൂത്രമൊഴിക്കാനും കാഷ്ടിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെയും. അപ്പൊ അതുകൊണ്ട് അതില്ലാത്തതിന്റെ പേരിൽ ഇദ്ദ ആചരിക്കാത്ത ഗ്രാമപ്രദേശങ്ങളിൽ നമ്മുടെ കേരളത്തിലുണ്ട്. നിങ്ങൾക്ക് കേൾക്കണോ വേറൊരു വിഷയം? സ്ഥലം ഞാൻ പറയാം, ഗ്രാമം ഞാൻ പറയില്ല. അടുത്ത സ്ഥലമാണ് തിരൂരടുത്ത്. ഒരു സഹോദരി നേരിട്ട് എന്നോട് കണ്ടനുഭവിച്ച ഒരു സഹോദരി പറഞ്ഞതാ. തിരൂരടുത്ത് ഒരു സ്ഥലത്ത് ഒരു വീട്ടില് ഒരു ഇദ്ദ ഇരുന്ന പെണ്ണ് 40 ദിവസമായപ്പോഴേക്ക് 2 കിഡ്നിയും പോയ മാതിരി നീര് വന്ന് മുട്ടീന്. ഒരു ഇദ്ദ ഇരുന്ന കാരണേ. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ഭർത്താവ് മരിച്ച് ഇദ്ദ ഇരുന്ന പെണ്ണ് 40 ദിവസമായപ്പോഴേക്ക് എന്തായി? 2 കിഡ്നിയും പോയ രോഗിയുടെ മാതിരി ആകെ നീര് വന്നു. എന്റെ കാരണം എന്നറിയോ? ഈ വീട്ടുകാരി എന്ത് ചെയ്തിരിക്കുന്നു? അതായത് ഇപ്പത്തെ കാലത്തേക്ക് ഈ കണ്ണാടിച്ചില്ലാണല്ലോ റൂമിന്. പഴയ കാലത്ത് മരത്തിന്റെ ജനലല്ലല്ലോ എന്ന് നമുക്ക് കണ്ണാടിച്ചില്ലാണ്. അവരൊക്കെ ഒരുപാട് കാര്യം പറയാനുണ്ട്, അത് വാസ്തുശാസ്ത്രമായി ഞാൻ അങ്ങോട്ട് കിടക്കണില്ല. ഈ കണ്ണാടിച്ചില്ലാണ് നമ്മുടെ ഒരുപാട് വീടുകളിൽ രോഗങ്ങൾ ഉണ്ടാക്കി തീർത്തത്. ഈ കണ്ണാടിച്ചില്ല നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് സാധാരണക്കാർക്കാൻ തിരിയില്ല. ഉസ്താദെ കണ്ണാടിച്ചില്ല എങ്ങനെ രോഗം ഉണ്ടാക്കി തീർക്കാൻ? എന്താണറിയോ? ഈ ജനല് തുറന്നില്ലെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് ലൈറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ജനൽ തുറക്കൂല. നമ്മളെന്താ മനസ്സിലാക്കിയില്ല? ജനല് വെച്ചിട്ടത് ലൈറ്റ് കിട്ടാനാണ് എന്ന് മനസ്സിലാക്കിയ അന്തംകമ്മികളുണ്ട്. ഒരു വീടിന് ജനല് വെക്കുന്നത് ലൈറ്റ് കിട്ടാനാണെന്ന് മനസ്സിലാക്കിയ അന്തംകമ്മികളാണ് ഈ ജനൽ പൊലി തുറക്കാതിരിക്കുന്നത്. എന്നാൽ തിരുത്തണം. വീടിന് ജനല് വെക്കുന്നത് ലൈറ്റ് കിട്ടാൻ വേണ്ടി മാത്രമല്ല, പിന്നെന്തിനാ? ഈ വീട്ടിലേക്ക് ശുദ്ധമായ വായു ലഭിക്കാനാണ്. പക്ഷെ നമ്മൾ ഇന്ന് ഈ ജനല് തുറക്കുന്ന ഒരു സംവിധാനം ഇല്ല. നമ്മൾ ആ ജനലൊക്കെ തുറക്കുന്നില്ല. ചില ജനല് കുടിയിരിക്കൽ അങ്ങോട്ട് അടച്ച ജനല് പിന്നെ അത് തുറന്നിട്ടേ ഉണ്ടാവൂല. ആ ജനൽ ഏതാണെന്നറിയോ? സിറ്റ് ഔട്ടിലെ ജനല. ഈ കോണി റൂമിന്റെ ഭാഗത്ത് 2 കല്ല് 3 കല്ല് ജനല് വെക്കും. ഈ കോണി റൂമിന് വെക്കുന്ന ജനല് കുറച്ച് ഉയർത്തിയിട്ടാ വെക്കുക. ഒരാൾക്കും കയ്യെത്തൂല അങ്ങത്ത്. ആ ജനല് കുടിയിരിക്കലിന്റെ അങ്ങനെ അടച്ചതാ. പിന്നെ ആ ജനല് ദുന്യാവിൽ തുറന്നിട്ടുണ്ടാവൂല. അപ്പൊ അതുകൊണ്ട് കോണി റൂമിന് ജനല് വെക്കുമ്പോ അഹ്സനി ഉസ്താദക്കും പുതിയ വീട് കാഴ്ചനുണ്ട്. ജനല് വെച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ചോളി. നമ്മളെ കയ്യെത്തുന്ന രൂപത്തിലായിരിക്കണം കോണി റൂമിന്റെ ഭാഗത്തുള്ള ജനല് വെക്കുന്നത്. കോണി ഭാഗത്തുള്ള ജനല് തുറന്നിട്ടാല് കോണി റൂം കുറച്ച് ഉയർന്നു നിൽക്കും. അപ്പൊ നല്ല ഉയർന്നു നിൽക്കുന്ന ജനൽ വഴിക്ക് നല്ല കാറ്റ് വീടിന്റെ അകത്തേക്ക് കുത്തും. അതൊക്കെ വീട് നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ടതാ. അപ്പൊ ഞാൻ പറയുന്നത്, ഈ വീട്ടുകാർ ഈ പെണ്ണിനെ എന്താ കാറ്റിനര്യങ്ങള്? ഈ ജനൽ പൊലി വഴിക്ക് വരുന്ന പ്രകാശം പോലും ജനൽ വഴിക്ക് വരുന്ന പ്രകാശം പോലും ഇദ്ദ ആചരിക്കുന്ന പെണ്ണ് കാണാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ജനൽ പൊലി മുഴുവൻ ഈ പുതപ്പിട്ട് മൂടി കൂലി ഇരുത്തത്തി ഈ പെണ്ണിനകത്ത് ഇരുത്തി. ഈ പെണ്ണ് പിന്നെ കയ്യിന്റെ മുത്തും നീരുന്നില്ല, കാലിന്റെ മുത്തും നീരാത്ത കാരണം 40 ദിവസമായപ്പോഴേക്ക് ശരീരക്കാകെ നീരെടുത്ത് പിടിച്ച്. കാരണം കാറ്റും വെയിലും കൊല്ലാതെ പയങ്കൊല ഓണത്തിന് പോപ്പിച്ചാൻ വെച്ച മാതിരി ഇരുത്തത്ത് വെച്ചിരിക്കണേ. പിന്നെ അത് നീര് മുട്ടാതിരിക്കോ, രോഗം വരാതിരിക്കോ? ഉണ്ടായ സംഭവം. ഞാനൊരു തമാശ പറയല്ല. നോക്കിങ്ങള് കാസർഗോഡ് വൈക്കുള്ളൊരു വിശ്വാസം എന്താണെന്നറിയോ? ഇദ്ദ ആചരിക്കുന്ന പെണ്ണ് പൂവൻ കോയിയുടെ പൂവ് പോലും കാണാൻ പാടില്ലാണ്. കാസർകോട്ടേത് ജയിന്തിരിക്കൽ ഇപ്പോൾ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്നൊരു വെറുപ്പൊന്നും വിചാരിച്ചു കാര്യമില്ല. എങ്ങനെ
പൂവൻ കോയിയുടെ പൂവ് പോലും ഇദ്ദ ആചരിക്കുന്ന പെണ്ണ് കാണാൻ പാടില്ല. അത്രയും മറയിലായിരിക്കണം ഒരു പെണ്ണിരിക്കേണ്ടത്. പൂവൻകോയിയുടെ പൂവ് കാണാൻ പാടില്ല. നോക്കി, അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ ഭർത്താക്കന്മാര് മരിച്ചാല് ആ വീട്ടിൽ നിന്ന് ഫോൺ വരും, ഉസ്താദെ എന്റെ അമ്മ ഇദ്ധരിക്ക, ജ്യേഷ്ഠത്തി ഇദ്ധരിക്ക, അമ്മായി ഇദ്ധരിക്ക, ഓനെ കാണാൻ പറ്റുമോ, ഇവനെ കാണാൻ പറ്റുമോ, മറ്റോനെ കാണാൻ പറ്റുമോ? അങ്ങനെ ഒരു മസലന്നില്ല. നിങ്ങൾ തൊയ്ഫിൻ നിഹായും മുഗ്നി ലോകത്തുള്ള സർവ്വ ഫിഖിന്റെ കിതാബും പരിശോധിച്ചോളൂ. ഇദ്ദയുടെ വഫാത്തിന്റെ ഇദ്ദ ആചരിക്കേണ്ട മസ്അല പറയുന്നിടത്ത് ഏതൊക്കെ പുരുഷന്മാരെയാണ് കാണാൻ പറ്റുക, കാണാൻ പറ്റൂല, അങ്ങനെ ഒരു ചർച്ചയെ ഫിഖിന്റെ കിതാബിലില്ല. നിങ്ങൾ തൊയ്ഫിൻ നിഹായും മുഗ്നിയും ജമലും ബുജൈലിയും ഷർക്കാവിയും മിയാനത്തും മഹല്ലിയും കല്ലൂബി എല്ലാം പരിശോധിച്ചോളൂ. ഇദ്ദ ആചരിക്കുന്ന പെണ്ണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നിറമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റുമോ, സുഗന്ധം ഉപയോഗിക്കാൻ പറ്റുമോ, അതേപോലെ തന്നെ തലയിൽ എണ്ണ തേക്കാൻ പറ്റുമോ, വിറക് ശേഖരിക്കാൻ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ, ഡോക്ടറെ കാണാൻ പറ്റുമോ, രോഗികളെ കാണാൻ പോകാൻ പറ്റുമോ, കുടുംബമിത്രാദികളെ സന്ദർശിക്കാൻ പോകാൻ പറ്റുമോ, എല്ലാ ചർച്ചയും നടക്കുന്നുണ്ട് ഫിഖിന്റെ കിതാബില്. പക്ഷേ ഇദ്ദ ആചരിക്കുന്ന പെണ്ണ് ഏതൊക്കെ പുരുഷന്മാരെ കാണാൻ പറ്റും, കാണാൻ പറ്റൂല, അങ്ങനൊരു ചർച്ചയെ ഫിഖിന്റെ ഗ്രന്ഥത്തിൽ ഇദ്ദന്റെ ബാബിലില്ല. എന്തേ കാരണം? ഇദ്ദയുമായി യാതൊരു ബന്ധവും ഇല്ല. ഒരൊറ്റ മിനിറ്റ്, ഒരു മിനിറ്റ് ചെറിയ ആവശ്യമുണ്ട്. ഞാൻ മൈക്ക ഊതിയല്ല, ഒരൊറ്റ ആവശ്യം. അപ്പൊ ഞാൻ പറയുന്ന അങ്ങനെ ഒരു വിശ്വാസമില്ല, അങ്ങനെ ഒരു വിഷയം നടക്കണില്ല. അത് വിവാഹബന്ധം നിഷിദ്ധമായേടത്ത്, വിവാഹബന്ധം നിഷിദ്ധമാകുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നേടത്താണ് ഫിഖിന്റെ കിതാബിൽ ആ ചർച്ച നടക്കുന്നത്. അപ്പൊ നമ്മളിനിപ്പോ ഭർത്താവ് മരിച്ചത്തെ, ജീവിച്ചിരിക്കട്ടെ, അല്ലെങ്കിൽ ഇനി തീരെ കെട്ടിച്ചിട്ടില്ല, അങ്ങനെയാവാം. ഈ പെണ്ണിനെ തീരെ കല്യാണം കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്, എങ്ങനെയാലും അതിന്റെ മസലക്ക് ഒറ്റ മസല അതില്ല. അപ്പൊ ഞാൻ പറയുന്നത് മരണത്തിന്റെ ഇദ്ദ ആചരിക്കുന്ന സഹോദരിമാര് വലിയ ഇഷ്കാല, മൂത്താപ്പാറമാനെ കാണാൻ പറ്റുമോ, എളാപ്പാറമാനെ കാണാൻ പറ്റുമോ, മറ്റോനെ കാണാൻ പറ്റുമോ, ഇവനെ കാണാൻ പറ്റുമോ, പലതും കേൾക്കാം. അങ്ങനെ ഒരു ചർച്ച വരുന്നില്ല. ഒരു പെണ്ണിന് ജീവിതകാലത്ത് ഭർത്താവ് ഉണ്ടാവട്ടെ, കെട്ടിക്കട്ടെ കെട്ടിക്കാതിരിക്കട്ടെ, ഏത് കോലത്തിലാണെങ്കിലും ശരി, ആ പെണ്ണിന് കാണൽ അനുവദനീയമാണോ? അത് മരണസമയ വഫാത്തിന്റെ ഇദ്ദ ആചരിക്കുമ്പോഴും കാണാൻ പറ്റൂലേ? കാണാൻ പറ്റൂല. അപ്പൊ ഞാൻ പറയുന്നത് എന്താ, ചില വിശ്വാസം കാസർഗോഡ് ഭാഗങ്ങളിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട്. അത്ര എങ്ങനെ വിശ്വാസം? പൂവൻ കോയിയുടെ പൂവ് പോലും കാണാൻ പാടില്ല മരണത്തിന്റെ ഇദ്ദ ആചരിക്കുന്ന പെണ്ണ്. ഇങ്ങനത്തെ വിശ്വാസം കാരണം പല സ്ത്രീകളും മനസ്സിലാക്കണം, ഈ ഇദ്ദ ആചരിക്കുന്നില്ല. നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ട് മയ്യത്ത് സംസ്കരണം ചർച്ച ചെയ്യുമ്പോ നമ്മുടെ സഹോദരിമാരെ നല്ലോണം ബോധവൽക്കരണം നടത്തേണ്ട, നമ്മുടെ സഹോദരിമാർ രതിക്കറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മസ്അല തന്നെയാണ് മരണത്തിന്റെ ഇദ്ദ. കാരണം എന്താ, അകത്ത് ബാത്റൂമില്ല, പുറത്തിറങ്ങണം, വീട് വൃത്തിയാക്കാനും കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനൊന്നും ആരുമില്ല. നോക്കിങ്ങള്, അടുത്തൊരു സഹോദരി മരണത്തിന്റെ ഇദ്ദ ആചരിക്കാതിരിക്കാതെ കാരണങ്ങൾക്ക് കേൾക്കണം. മരണത്തിന്റെ ഇദ്ദ ആചരിക്കാതിരിക്കാതെ കാരണങ്ങൾക്ക് കേൾക്കണോ? കേൾക്കണമെങ്കിൽ രസടിക്കും. രസമുള്ളൊരു കാരണമാണ്. ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ രസടിക്കുകയാണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾക്ക് അറിയണല്ലോ, നല്ലൊരു രസകരമായ കാര്യം. അതായത് എന്താണറിയോ, കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിക്ക് പോകുന്നുണ്ട്, ബസ്സിൽ കയറ്റി കൊടുക്കൽ ഈ പെണ്ണാണ്. ശ്രദ്ധിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ സമൂഹം എത്തിയത് എവിടെയാണ്? നമ്മുടെ സമൂഹം എത്തിയത് എവിടെയാണെന്ന് ആലോചിക്കണം. ഞാനൊരു തമാശ പറയല്ല, എന്തായാലും സംഭവം പറയാം. അതായത് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ശ്രദ്ധിക്കണം, ഗൾഫുകാർ ശ്രദ്ധിക്കണം. കാരണം ഇംഗ്ലീഷ് മീഡിയത്തിലാണ് മക്കൾ പഠിക്കുന്നത്. 8 മണിയാകുമ്പോഴേക്ക് ബാഗും പിടിച്ച് കുട്ടിയുടെ കയ്യും പിടിച്ച് ഗേറ്റിങ്ങ കാവല. ആര്? നമ്മുടെ ഭാര്യന്മാര്. നമ്മുടെ ഭാര്യന്മാരെ നിന്റെ ഭാര്യനെ അതിന് ഒഴിവാക്കി തരണം. ഞാൻ തീർത്തും പറയും, നിന്റെ ഭാര്യനെ അതിന് ഒഴിവാക്കി തരണം. നിങ്ങളെ അതൊക്കെ ഭാര്യന്മാരെ ഒഴിവാക്കേണ്ട വെച്ചാൽ നിങ്ങൾ ഒഴിവാക്കിക്കോളി. അപ്പൊ എന്താണ്, 4 മാസം 10 ദിവസം ഇരുന്നാല് കുട്ടിനെ സ്കൂൾ ബസ് കയറ്റാൻ ആളില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, കുട്ടിനെ സ്കൂൾ ബസ്സിൽ കയറ്റാൻ ആളില്ലാത്തതുകൊണ്ട് ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ
4 മാസവും 10 ദിവസവും ഇദ്ദ ആചരിക്കാതിരുന്നാൽ എന്താണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ക്ലാസ് റൂമിന്റെ ശ്രോതാക്കന്മാരുടെ ഭാര്യന്മാർ അങ്ങനെ ഉണ്ടാവും എനിക്ക് അഭിപ്രായമില്ല. നമ്മൾ ഇങ്ങനത്തൊക്കെയും അനാചാരങ്ങളും ധിക്കാരങ്ങളും നമ്മുടെ കുടുംബത്തിൽ കാണുമ്പോ ഇനി കുറ്റി വാണെങ്കിൽ സ്കൂൾക്ക് പോയാൽ മതി. വിശുദ്ധമായ ഖുർആന് യാതൊരു ശക്കിനും സംശയത്തിനും അവകാശമില്ലാതെ വളരെ വ്യക്തമായി പറഞ്ഞൊരു വിഷയമാണ് വല്ലദീന യതറബ്ബസ്ന എന്നുള്ള ആയത്താണെങ്കിലും ഓർമ്മന്തെങ്കിലും അതിച്ചു വിറ്റ ഉപകാരമായിരുന്നു. അബൂലിഫത്ത് ഉസ്താദും ഷൗക്കത്ത് ഉസ്താദൊക്കെ ക്ലാസ് റൂമിലുണ്ട്. 4 മാസവും 10 ദിവസവും ഭർത്താവ് മരിച്ച പെണ്ണ് ഇദ്ദ ആചരിക്കട്ടെ എന്ന് വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞൊരു വിഷയം. കുട്ടി സ്കൂളിൽ പോകാനുണ്ട്, കുട്ടിനെ ബസ് കയറ്റാൻ ആളില്ല, ഞാൻ ഇദ്ദക്കിരുന്നാ പിന്നെ ആരാ കുട്ടികളെ ബസ് കയറ്റുക? ഇതിന്റെ പേരിൽ ഇദ്ദക്കിരിക്കാത്ത സമൂഹമായി നമ്മുടെ കൗമ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദീനി ദഅവ ഇനിയും ഒരുപാട് പുരോഗമിക്കാനുണ്ട്. ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിലുള്ള സഹോദരിമാർക്ക് ഇത്തരം വിഷയത്തിന്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുണ്ട്. അല്ലാഹു തആല നമ്മുടെ ക്ലാസ് റൂമിലൂടെ ഇനിയും ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇത്തരം സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പ്രവർത്തിക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. ഞാനിപ്പോൾ പുതിയ സംഗതി ആലോചിക്കുന്നുണ്ട്. ഒരു 4 ദിവസം നാട്ടുകൂടെ നടക്കുക, എല്ലാ വീട്ടിലൊന്ന് കയറി ഇറങ്ങുക. നിങ്ങളെ വീട്ടിൽ KMIC ഉണ്ടോന്ന് ചോദിച്ചാ അപ്പൊ കുറെ ആൾക്കാർ എന്താ KMIC കണത് അറിയാത്ത ഒരുപാട് ആൾക്കാർ. അങ്ങനെ നമ്മൾ പരിചയപ്പെടുത്തി നോക്കി ഒരുപാട് സഹോദരിമാർ കേൾക്കാൻ തയ്യാറാവും, യാതൊരു സംശയവുമില്ല. ഞാൻ പറയുന്നത് എന്താണ്, ഒരു കുട്ടികൾ സ്കൂൾക്ക് പോകാനുണ്ടായതുകൊണ്ട് ചില വീട്ടിൽ സഹോദരിമാർ ഞാൻ ഒറ്റക്കാണ്. ഞാൻ ഒറ്റക്കാവുമ്പോ പിന്നെ എങ്ങനെ ഇപ്പൊ ഞാൻ ഇദ്ദ ഞാൻ അതാ പറഞ്ഞു, ഇദ്ദ ഇരിക്കുകയല്ല വേണ്ടത്, ഇദ്ദ ആചരിക്കുക വേണ്ടത്. ആ ഒരു വാക്ക് മനസ്സിലാക്കിയാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവസാനിക്കും. ഏത് വാക്ക്? ഇദ്ദ ഇരിക്കാനല്ല വാക്കല്ലേ, ഇദ്ദ ആചരിക്കുക. ഈ ഇദ്ദ ഇരിക്കുക എന്ന് പറയുമ്പോ പലരും മനസ്സിലായി അത് കത്തുമ്പോ ഇങ്ങനെ 4 മാസം 10 ദിവസം കാലം നീട്ടി ഇരിക്കലാണ്. അതല്ല ഇദ്ദ ആചരിക്കാണ്. അതിന് ഇസ്ലാമികമായ ജീവിത രീതിയിൽ ജീവിക്കാനാണ് അതിന്റെ അർത്ഥം. അല്ല 4 മാസം 10 ദിവസം കത്തുമ്മ അല്ലെങ്കിൽ ബെഡുമ്മ കാലും നീട്ടി ഇരിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ അതിന്റെ അർത്ഥം എന്താ? ഇദ്ദ. ഒരു ഭർത്താവ് മരിച്ചാൽ ഒരു പെണ്ണ് ഏത് വസ്ത്രം ധരിച്ച് സുഗന്ധം ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന നിലയിൽ ജീവിക്കുക. അപ്പൊ ആ പെണ്ണിന് വീട്ടു ജോലി ചെയ്യാം. വീട്ടിൽ ജോലി എടുക്കാൻ ആളില്ലാത്തതിന്റെ പേരിൽ ചിലപ്പോൾ ഒരു സഹോദരിയും ഭാര്യയും ഭർത്താവും 2 കുട്ടികളും മാത്രമാണ്. ഭർത്താവ് അത് മരിച്ച് ആ വീട്ടിൽ വേറെ ആരുമില്ല. ഈ വീട്ടിലുള്ള സഹോദരിയെ വന്ന് സഹായിക്കാൻ പറ്റിയ കുടുംബ മിത്രാദികളില്ല. അപ്പൊ ഈ സഹോദരി മനസ്സിലാക്കാണ്. എന്താ മനസ്സിലാക്കുന്നത്? എന്റെ വീട്ടുജോലി ഒന്നും ചെയ്യാൻ ആരുമില്ലല്ലോ, ഞാനിങ്ങനെ ഇപ്പൊ ഇദ്ദക്ക് ഇരുന്ന് എന്റെ കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞേക്കാൻ ഞാൻ എന്താ ചെയ്യുക? പിന്നെ വീട്ടിൽ കുട്ടികൾക്ക് ആരാ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക? ആരാ കുട്ടികളെ തുണിങ്കുപ്പായം തിരുമ്പുക? ഞാൻ അതാ നമ്മുടെ അബൂലിഫത്ത് ഉസ്താദ് നോക്കിയത്, വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന 4 അശ്ഹുരിൻ വഅശ്റൻ ഫഇദാ ബലഗ്ന അജലഹുന്ന ഫലാ ജുനാഹ അലൈക്കും ഫീമാ ഫഅൽന ഫീ അൻഫുസിഹിന്ന ബിൽ മഅറൂഫി വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. സൂറത്തു അൽ ബഖറയിലെ 234-ാമത്തെ ആയത്ത്. വളരെ വ്യക്തമായി വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്ന ഒരു ആശയം. കുട്ടികൾ സ്കൂൾക്ക് പോകുമ്പോ ബസ് കയറ്റിക്കൊടുക്കാൻ ആളില്ല എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട സഹോദരിമാരിൽ നിന്ന് ആരെങ്കിലും ഈ വിശുദ്ധമായ ഖുർആനിന്റെ കൽപ്പന കാറ്റിൽ പരത്തുന്നുണ്ടെങ്കിൽ, ആ വിഷയത്തിൽ നമ്മുടെ ഭാര്യന്മാര് ബോധവന്മാരായിട്ടില്ലെങ്കിൽ ഉത്തരവാദിത്വം മരിച്ചുപോയ ഭർത്താക്കന്മാർക്കും അല്പമുണ്ടാകുമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. കാരണം ഭാര്യന്മാർക്ക് നിർബന്ധമായ മസലകൾ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഭർത്താക്കന്മാർക്കുണ്ട് എന്ന ബോധവൽക്കരണം പല പ്രാവശ്യം നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ നടത്തിയതാണ്. ഞാൻ ഇന്നത്തെ ഈ ഒരു ആമുഖം പറഞ്ഞ് വിഷയം അവസാനിപ്പിക്കാത്ത ഏകദേശം 10 മണിക്ക് മൈക്കെടുത്തതാണ്. എല്ലാതും ഒച്ചതുമ്പോ തലവേദന വരും, ശാരീരികമായ അസ്വസ്ഥതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ആമുഖം വളരെ വ്യക്തമായി ഈ വിഷയങ്ങളിൽ ആധികാരിക പഠനം
നമ്മുടെ സാധാരണക്കാർ കേൾക്കുമ്പോ അവരുടെ കുടുംബമിത്രാദികൾക്ക് ഇതെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ധൈര്യം കിട്ടുന്ന രൂപത്തിലുള്ള ഒരു പഠനം തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ പല കാര്യങ്ങളും ചർച്ച വരും. തയമ്മും മയ്യത്ത് കുളിപ്പിക്കുമ്പോ തയമ്മുമിന്റെ ചർച്ച അവിടെ കടന്നു വരും. അതുപോലെ തന്നെ മയ്യത്തിന്റെ ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗത്തേക്ക് വെള്ളം ചേർക്കണം എന്ന വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ നമ്മൾ ജീവിതകാലത്ത് കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച വ്യക്തമായി കടന്നു വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ നല്ലൊരു പഠനം, അത് നമ്മൾ ചൊവ്വാഴ്ചക്കലത്തെ ലൈവ് ക്ലാസ്സിൽ കുറെ പറഞ്ഞെങ്കിലും അത് ആഴ്ചയിൽ ഒരിക്കലാകുമ്പോ പലർക്കും അത് ശ്രദ്ധിക്കാൻ പ്രയാസമുണ്ടായിട്ട് കുറെ കാലങ്ങൾക്ക് മുമ്പെയാണ്, കുറെ മാസങ്ങൾക്ക് മുമ്പെയാണ് ഒരുപാട് പുതിയ ശ്രോതാക്കൾ. ഇന്നലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടി ആവർത്തിക്കുന്നു. നമ്മളെ ബാബുസ്താദിന്റെ കല്യാണം കഴിഞ്ഞു വന്ന് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഒരുപാട് സഹോദരിമാരെ കണ്ടു, ഒരുപാട് ഒരു 10-50ഓളം സ്ത്രീകൾ, അവരൊക്കെ സ്ഥിരം നമ്മുടെ ക്ലാസ് റൂം കേൾക്കുന്ന സ്ത്രീകളാണെന്ന്. അല്ലാഹു തആല സഹോദരിമാർക്കൊക്കെ ദീർഘായുസ്സും കൊടുത്ത് നമ്മുടെ ഈ ക്ലാസുകൾ കേട്ട് എന്റെ ഭർത്താവ് മരിച്ചാൽ എനിക്കിങ്ങനെ ഒരു ഉത്തരവാദിത്വമുണ്ട്, ഞാൻ മനസ്സിലാക്കിയ രൂപത്തിലല്ല ഇതിന്റെ കാര്യങ്ങൾ, ഇങ്ങനത്തെ നാടുകളിൽ സ്ത്രീകളുടെ ഇടയിൽ ഈ ഇദ്ദ ആചരിക്കലുമായി ബന്ധപ്പെട്ടും കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളും എന്തൊക്കെയോ അനാചാരങ്ങളൊക്കെയും ഒഴിവാക്കി എന്റെ ഒരു ഉത്തരവാദിത്വം, ഒരു ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ വിശുദ്ധമായ ഖുർആൻ എന്റെ മേലിൽ നിർബന്ധമാക്കി ഈ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റത്തെ എന്ന ഒരു ബോധം നമ്മുടെ ഈ ക്ലാസ് റൂമിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഉണ്ടാക്കി തീർക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ ചൊവ്വാഴ്ചയാണ്, അതിലും മയ്യത്ത് പരിപാലനം വരും. കാരണം സ്ത്രീകൾക്കുള്ള പ്രത്യേക ക്ലാസ്. പക്ഷെ സ്ത്രീകള് ഈ മയ്യത്ത് പരിപാലനത്തിൽ ഹൈലുകാരികൾ പ്രസവകാരികളൊക്കെയും പല ധാരണകളും വെച്ച് പുലർത്തുന്നുണ്ട്. അത്തരം ധാരണകൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ അത് സ്ത്രീകൾക്ക് ഉപകരിക്കും. എന്റെ ക്ലാസ് റൂമിലുള്ള മുഴുവൻ ശ്രോതാക്കളും ഞാൻ നിങ്ങളെ ഈ മൗലിദിന്റെ കഴിഞ്ഞുള്ള ക്ലാസ്സിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മളിത് പഠിച്ച് നമ്മുടെ ഒരു ഗ്രാമങ്ങളിലേക്ക് ഇതിന്റെ എത്തിച്ചു കൊടുത്ത് നല്ല നിലയിൽ ഈ വിഷയങ്ങൾ മനസ്സിലാക്കി ഒരുപാട് തെറ്റായ ധാരണകൾ നമ്മുടെ അഷ്റഫ് ബത്തേരി മുമ്പിലുണ്ട്, ക്ലാസ് റൂമിലുണ്ട്. അദ്ദേഹം ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലേക്ക് മരിച്ച വീട്ടിൽ 40 ദിവസം വിളക്ക് കത്തിച്ചിരിക്കുന്ന ഒരവസ്ഥ. വിളക്ക് കത്തിച്ചിരിക്കുക എന്താ നമ്മൾ മനസ്സിലാക്കിയത്? നമ്മളൊക്കെ ഉറങ്ങുന്ന സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ തീയ് കെടുത്തനെ എന്ന് അല്ലേ? ഉറങ്ങുന്ന നേരത്തുള്ള ഒരു മര്യാദ അല്ലേ തീയ് കെടുത്തല്? എന്റെ ഒരു അയൽവാസി പറഞ്ഞു, നോക്കി പല അനുഭവങ്ങൾ ഓരോരുത്തർ അറിയിക്കാൻ, അതെല്ലാവരും അറിയേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഞാൻ വായിക്കാം. നമ്മുടെ ഒരു ഐഡിയ എന്താണ്? ലിവ OTP എന്താ വായിക്കാൻ എനിക്കറിയാം. എന്റെ ഒരു അയൽവാസി പറഞ്ഞു, സമ്പത്തുള്ളവർക്ക് മാത്രമാണ് യുദ്ധാണ്. നോക്കിങ്ങള്, ഇതിങ്ങനെ ഈ വിഷയങ്ങൾ ചർച്ചക്ക് വരുമ്പോ ഓരോരുത്തരുടെ നാട്ടിൽ നടക്കുന്നതും ഇങ്ങനെ വരും. അപ്പൊ ലിവ എന്ന ഐഡിയയിലുള്ള സുഹൃത്ത് അറിയിച്ചിരിക്കാണ്, എന്റെ അയൽവാസി പറഞ്ഞു സമ്പത്തുള്ളവർക്ക് മാത്രമാണ് യുദ്ധാണ്. അപ്പൊ എന്താണ്? കൂലിപ്പണിക്ക് പോകുന്ന പെണ്ണുങ്ങള് മസ്അലേന്, ഭർത്താവ് മരിച്ചു, ഇനി ഈ പെണ്ണ് കൂലിപ്പണിക്ക് പോകണം. ഈ കൂലിപ്പണിക്ക് പോയില്ലെങ്കിൽ ഈ പെണ്ണിന് ജീവിക്കാൻ മാർഗമില്ല. അപ്പൊ ഈ പെണ്ണ് ഇരിക്കണോ ഇരിക്കണ്ടേ ചർച്ചയാണ്. ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ആ ഒരു ധാരണ തിരുത്താൻ വേണ്ടി പറയുന്നു. ചില സ്ത്രീകൾ ജോലിക്ക് പോവുക എങ്ങനെ? കല്യാണ വീട്ടിൽ തലേ ദിവസം ജോലികൾക്ക് കൂടിയിട്ട് ഉപജീവന മാർഗം നടത്തുന്ന സഹോദരിമാരുണ്ടാവും. അതായത് ഈ മരിച്ച വീട്ടിൽ ഇപ്പൊ 3 അടിയന്തരമുണ്ട്. അപ്പൊ തലേ ദിവസം ഒന്ന് ചെല്ലാൻ പറയാ വീട്ടുകാര്, അല്ലെങ്കിൽ കല്യാണമല്ല വീട്ടുകാര് തലേ ദിവസം ചെല്ലാൻ പറയും, കൂട്ടാഞ്ചാറ് വെക്കാൻ, വായിക്കും കുമ്പളങ്ങളൊക്കെ നോക്കാനും പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാൻ വേണ്ടി തലേ ദിവസം ചെല്ലാൻ പറയും. അങ്ങനെ ഉപജീവന മാർഗം നടത്തുന്ന സഹോദരിമാരുണ്ട്. ഭർത്താവ് മരിച്ചു, ഇങ്ങനെ ഒരു കല്യാണ വീട്ടിലുള്ള ജോലിക്ക് പോയാലേ ഈ പെണ്ണിന് ജീവിക്കാൻ മാർഗം ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ ഈ പെണ്ണ് ഇദ്ദ ആചരിക്കുന്നു. അപ്പൊ കല്യാണ വീട്ടിൽ തലേ ദിവസം ഈ ജോലിക്ക് ഈ പെണ്ണിന് പോവാൻ പറ്റുമോ പറ്റില്ലേ? എന്താ ഇത്? കാരണം അപ്പൊ എന്താ ഈ ഒരു വിഷയം ഇവിടെ വരാൻ കാണ്ട? സമ്പത്തുള്ളവർക്ക് മാത്രമേ ഇദ്ദ ഇരിക്കേണ്ടതുള്ളൂ എന്നൊരു അയൽവാസി സ്ത്രീ പറഞ്ഞു. ഞാൻ ലിവ എന്ന ഐഡിയയിലുള്ള സുഹൃത്ത് അറിയിച്ചത്. അപ്പൊ സമ്പത്തില്ലാത്തൊരു ജോലിക്ക് പോവേണ്ടി വരും.
ജോലിക്ക് പോകുമ്പോ എങ്ങനെ ഇദ്ദ ആചരിക്കുക, അല്ല ഇദ്ദ ഇരിക്കുക, ഇതാണ് തെറ്റുധാരണ. ഇതാണ് നമ്മുടെ KMICയുടെ പ്രത്യേകത. ഈ തെറ്റുധാരണ തിരുത്തല. ഇദ്ദക്ക് ഇരിക്കലല്ല, ഇദ്ദക്ക് ഇദ്ദ ആചരിക്കല. അപ്പൊ കാലും നീട്ടി ഇരിക്കലല്ല ഇദ്ദാന്ന് പറഞ്ഞാൽ ആ ഇദ്ദയുടെ സമയത്ത് കാലാവധിയിൽ പെണ്ണ് ജീവിക്കേണ്ട മര്യാദ ഒപ്പിച്ച് ജീവിക്കല. അപ്പൊ ജോലിക്ക് പോവേണ്ട പെണ്ണാണെങ്കിൽ നിർബന്ധമായ സാഹചര്യത്തിൽ ജോലിക്ക് പോവാം. ഞാൻ ഉസ്താദന്മാരുടെ ശ്രദ്ധയിലേക്ക് ഒരു മസ്അല സാന്ദർഭികമായി ഇട്ടു തരികയാണ്. ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരു മസ്അല പറഞ്ഞു, സുന്നത്തായ ഹജ്ജിനോ ഉംറക്കോ പോകുമ്പോൾ വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷനോ ഭർത്താവോ ഒപ്പമില്ലെങ്കിൽ സുന്നത്തായ ഹജ്ജിനും ഉംറക്കും ഒരു പെണ്ണിനു പോവൽ ഹറാമാണ് എന്ന മസ്അല ചർച്ച ചെയ്തേടത്ത് ഫിഖിന്റെ കിതാബുകളിൽ കാണാം. ഒരു പെണ്ണിന് കുറച്ച് കൃഷിസ്ഥലമുണ്ട്, നെല്ല് കൊയ്ത് നെല്ല് വിത്ത് വാങ്ങിയിട്ടുണ്ട്, അതാ പെണ്ണിന്റെ കൃഷിസ്ഥലമാണ്. ആ കൃഷി നോക്കാൻ ഈ പെണ്ണ് ഒറ്റക്ക് പോവണം. അത് ശ്രദ്ധിക്കണം. ഞാൻ ഈ ഒരു ചോദ്യം വന്നതുകൊണ്ടാണ് ഈ മസ്അലയിലേക്ക് ഞാൻ മൈക്ക വിടാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷെ അപ്പൊ ഇങ്ങനെ ഒരു വന്നപ്പോ ഞാൻ ഒന്നുകൂടി പറയാം. ഈ കൃഷി സ്ഥലത്തേക്ക് ഈ പെണ്ണ് ഒറ്റക്ക് പോവണം. ഈ കൃഷിസ്ഥലം 4 കിലോമീറ്റർ എന്നുള്ളത് ഉദാഹരണം. ഒരു 4 കിലോമീറ്റർ ദൂരത്തുള്ള കൃഷിസ്ഥലം, ആ കൃഷിസ്ഥലത്തേക്ക് ഈ പെണ്ണിന് ഒറ്റക്ക് പോകല്ലാതെ മാർഗമില്ല, ഭർത്താവില്ല, വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷനില്ല. പക്ഷെ കുറെ പെണ്ണുങ്ങളുണ്ട് പോലെ. ഒരു പെണ്ണ് നിർബന്ധമല്ലാത്ത യാത്ര ചെയ്യുമ്പോ കുറെ പെണ്ണുങ്ങളൊപ്പം താഴ്ച കാര്യമില്ല. വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷൻ വേണം, അല്ലെങ്കിൽ ഭർത്താവ് വേണം. അപ്പൊ 4 കിലോമീറ്റർ അങ്ങകലെ കിടക്കുന്ന കൃഷിസ്ഥലത്തിലേക്ക് ഈ പെണ്ണിന്റെ ഉപജീവന മാർഗത്തിന്റെ ഒരു ഭാഗമാണ് ആ കൃഷിസ്ഥലം. ആ പെണ്ണിന് ആ കൃഷിസ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോവേണ്ടി വന്നാൽ പോകാൻ പറ്റുമോ? ഇല്ലേ? പോവാം. പോകുന്നോണ്ട് കുഴപ്പമില്ല. അത് തന്റെ ജീവിത മാർഗമായതുകൊണ്ട് പോവാമെന്ന് ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു. അഷ്റഫ് ബത്തേരിക്ക് മസല ആവശ്യമുണ്ടാവും. എന്താ ഞങ്ങൾ അഷ്റഫ് ബത്തേരിക്ക് മസല ആവശ്യമുണ്ടാവുന്നു? കാരണം വയനാട്ടിൽ കാപ്പിത്തോട്ടം എന്താണ്, ചായപ്പൊടി തോട്ടമാണ് അല്ലെ? അപ്പൊ എത്രയോ സ്ത്രീകൾ ചായപ്പൊടി തേയില എന്താ പറയാ, തേയില അഷ്റഫ് ബത്തേരി തേയില തോട്ടത്ത് പോയിട്ട് ഉപജീവന മാർഗം നടത്തുന്നവരുണ്ടാവും. കാപ്പിയിലയുടെ തോട്ടത്ത് പോയി ഉപജീവന മാർഗം നടത്തുന്നവരുണ്ടാവും. അപ്പൊ ഭർത്താവില്ല, വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷനില്ല. അപ്പൊ ഈ തേയിലത്തോട്ടത്തിലേക്ക് കാപ്പിയിലയുടെ കൃഷിക്ക് വേണ്ടി തേയില പൊട്ടിച്ച് ചായപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പെണ്ണിന് ഒറ്റക്ക് പോകാൻ പറ്റുമോ? പറ്റില്ലേ? നോക്കിങ്ങള് എന്താ നിങ്ങൾ ഫുഖഹാക്കളെ മനസ്സിലാക്കിയിട്ടുള്ളത്? ഫാത്തിഹ ദിവസേന ഓതെന്തങ്ങള് ഫുഖഹാക്കളുടെ പേരില് നമ്മൾ പറയാം അങ്ങനൊന്നും നോക്കിയാൽ ജീവിക്കാൻ പറ്റൂല. അല്ല, ഫുഖഹാക്കള് നമ്മളുടെ ഓരോ മേഖലയിലും നമ്മളെ കൈപിടിക്കുന്നുണ്ട്. നമ്മുടെ മേഖലയിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും നമ്മുടെ ഫുഖഹാക്കൾ നമ്മോടൊപ്പമുണ്ട്. ഫുഖഹാക്കൾ പറയുന്നുണ്ട്, ജീവിത മാർഗത്തിന് വഴിയില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സഹോദരിമാർ, അവരുടെ കൃഷിസ്ഥലങ്ങളിലേക്ക് അവർക്ക് ഒറ്റക്ക് പോകാൻ പറ്റുമോ? ജോലി സ്ഥലത്തേക്ക് ഒറ്റക്ക് പോകാൻ പറ്റുമോ? ഇല്ലേ? ചർച്ചകൾ വളരെ വ്യക്തമായി ഫുഖഹാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോ ഭാഗം ഇദ്ദയുടെ ഭാഗമൊക്കെ വരുമ്പോ അതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെയും നമുക്ക് ഇൻഷാ അല്ലാഹ് അപ്പൊ ഭർത്താവ് മരിച്ചു വീട്ടിൽ വേറെ ആരുമില്ലെങ്കിൽ എന്തു ചെയ്യും ജീവിതത്തിന്? അഷ്റഫ് ബത്തേരിയുടെ ചോദ്യം അതന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഒരു പെണ്ണ് ഉപജീവന മാർഗത്തിന് പോയാലേ, ജോലിക്ക് പോയാലേ ആ പെണ്ണിന് ജീവിക്കാൻ പറ്റുള്ളൂ. ഭർത്താവ് മരിച്ചു, ഇനി ആ പെണ്ണിന് ഭക്ഷണത്തിന് വേണ്ടിയുള്ള സംഖ്യ എത്തിച്ചു കൊടുക്കാൻ ഒരാളും ഇല്ല. ഈ പെണ്ണ് ജോലിക്ക് പോവണം. മസ്അല വളരെ വ്യക്തമായി ഫുഖഹാക്കൾ പറയുന്നു. അത് തിരിയാൻ വേണ്ടി നിങ്ങൾക്ക് വേറൊരു മസ്അല ഞാൻ പറയാം. ഇദ്ദ ആചരിക്കുന്ന, മരണത്തിന്റെ ഇദ്ദ ആചരിക്കുന്ന പെണ്ണ് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്ന മസ്അല. സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ചൂടുള്ള സോപ്പ് കൊണ്ടൊന്നും കുളിക്കാൻ പാടില്ല. ചൂടുള്ള സോപ്പില്ല, ലക്സും അതേമായിക്കന്നെ ലക്സോനിയും അതേമായിക്കന്നെ മെഡിമിക്സ് ഒക്കെ, ഇതൊന്നും കുളിക്കാൻ പാടില്ല. സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ തന്നെ മസ്അല. നമ്മള് എത്ര ആള് കുളിക്കുന്നുണ്ട് ഇരിക്കട്ടെ. പക്ഷെ ഒരു പെണ്ണിന്റെ ജീവിത മാർഗം എന്താ? സുഗന്ധ കച്ചവട, അത്തതും കച്ചവട. അതാ നമ്മൾ മസ്അല.
സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, മെഡിമിക്സും ലക്സൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് യുദ്ധ ആചരിക്കുന്ന പെണ്ണിന്. അപ്പൊ ചില പെണ്ണുങ്ങൾ എന്നാ ഞാൻ തീരെ ഇരിക്കൂല എന്നാല്, സോപ്പ് വെച്ച് കുളിച്ചാൻ പറ്റൂല്ലെങ്കിൽ ഇന്നെ കൊണ്ട് ഇരിക്കാനാവൂല എന്നൊക്കെ മതി. അതിന് പറ്റിയ സോപ്പ് വേറെന്തേ? ഇരിക്കും ആ സോപ്പ് നിങ്ങൾക്ക് അറിയില്ല, അത് ഫിക്കിന്റെ കിതാബ് നോക്കിയാൽ കാണൂല. ഇരിക്കുമ്പോൾ തേച്ച് കുളിക്കേണ്ട സോപ്പ് തൊയ്ഫ നോക്കിയാലും മുകളിൽ നോക്കിയാലൊന്നും കിട്ടൂല. അത് വേറെ പറഞ്ഞുതരാം, അത് ആ സമയമാകുമ്പോ വേറെ ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് മസല. അപ്പൊ ഒരു പെണ്ണിന്റെ ഉപജീവന മാർഗം എന്താണ്? അത്തറും കച്ചവടം. എങ്ങനെ? ഉദാഹരണം പറയാം. ഭർത്താവ് കോഴിക്കോട് പോയിട്ട് മുട്ടായി തെരുവ് പോയിട്ട് കുറെ സുഗന്ധം കൊണ്ടുവരും. പല വാസനയുള്ള 4 കുപ്പി 5 ഔൺസും 10 ഔൺസും ഒക്കെ എന്താക്കും? സുഗന്ധം കൊണ്ടുവരും. എന്നിട്ട് ഈ പെണ്ണ് എന്താണ് ചെയ്യുക? പെരയിൽ ഇരുന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ സിറിഞ്ച് വൈക്ക് ചെറിയ കുപ്പിക്കാക്കും. ഭർത്താവ് കോഴിക്കോട് പോയിട്ട് 4 ഔൺസ് സെന്റ് കൊണ്ടുവരും. എന്നിട്ട് എന്താക്കും? ഭാര്യ പെരയിൽ ഇരുന്നിട്ട് എന്താക്കും? ഈ സിറിഞ്ച് വൈക്ക്, ഇഞ്ചക്ഷൻ വെക്കുന്ന സിറിഞ്ചില്ലേ, ഈ സിറിഞ്ച് വൈക്ക് എന്താക്കും? ഇങ്ങനെ ചെറിയ കുപ്പിക്ക് ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ അതെന്താക്കാണ്? 10 ഉറുപ്പ്യക്കും 15 ഉറുപ്പ്യക്കും ഒക്കെ ഇങ്ങനെ വിൽക്കാണ്. അപ്പൊ ഇത് സിറിഞ്ചിക്കാക്കുമ്പോ, ഇത് കുപ്പിക്കാക്കുമ്പോ എന്തായാലും ഇത് കയ്യുമ്പോ വാസന വരൂലേ? പക്ഷെ ആ ഭർത്താവാണ് മരിച്ചു എന്ന് കൂട്ടിക്കോ നിങ്ങള്. ഇങ്ങനെ അത്തരം കച്ചവടം ചെയ്ത് ജീവിച്ചിരുന്ന നല്ലൊരു ബിസിനസ് പതിച്ചു. നല്ലൊരു ബിസിനസ്സാ തിരുവാൻ. നിങ്ങൾക്കൊക്കെ എത്ര സുഖ. നിങ്ങൾ മുട്ടായി തെരുവ് പോയാൽ ഹോൾസെയിൽ വിലക്ക് നല്ല സുഗന്ധം കിട്ടും. അറബി നൈറ്റ്. എന്താണ് അറബി നൈറ്റിന്റെ ഒക്കെ വാസന ചിത്ത? മൊയിലിയന്മാരെ മൂക്കുക്കണ്ട് പതേണ്ട പറഞ്ഞല്ലോ, ഇള്ളോത്ത് വന്നിട്ട് വാങ്ങിക്കൊണ്ടുപോകും അറബി നൈറ്റ്. അത്രയും നല്ല സെന്റാണ് അറബി നൈറ്റ്. അപ്പൊ അറബി നൈറ്റ് ഒരു 10 ഔൺസ് വാങ്ങുക, ചെറിയ കുപ്പിയിലും വാങ്ങുക കുറച്ച്. എന്നിട്ട് ഈ ചെറിയ കുപ്പിക്കാക്കിയിട്ട് ഇങ്ങനെ അത് ഇപ്പൊ ഒരു 25 ഉറുപ്പ്യക്ക് വിറ്റോക്കി. സുബ്ഹാനല്ല, 10 ഔൺസ് വാങ്ങിയത് ചിലപ്പോ 500 ഉറുപ്പ്യക്കാലം. അത് 10 ഔൺസ് ചെറിയ കുപ്പിക്കാക്കി വിറ്റാൽ ഒരു 2500 ഉറുപ്പ്യക്ക് വിൽക്കാണ്ടാവും. ഏതായാലും തിരുവമ്പാടിക്ക് കടന്തല്ല, നമുക്കൊരു ഷെയർ ബിസിനസ് ഒന്നും ആയിക്കോട്ടെ ആ വിഷയത്തിൽ. പൗരി ഞാനൊക്കെ പൗരി ഇങ്ങൾക്കും തരാം, ഏതായാലും ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും ഒരു അത്തറും കച്ചവടമാണ്. ഈ അത്തറും കച്ചവടം നടത്തുന്ന ഭർത്താവാണ് മരിച്ചത്. അപ്പൊ ഭർത്താവ് മരിച്ചപ്പോ മകൻ പറഞ്ഞു, ഉമ്മ ഏതായാലും നമുക്ക് ജീവിക്കണ്ടേ, വാപ്പ എടുത്തുന്ന ജോലി ഇനി ഞാൻ ചെയ്യാം, ഇമ്മ സെന്റ് കുപ്പിയിലാക്കി. നിങ്ങൾ PM അയക്കലൊന്നും ഇതിട്ടോ, PM അയക്കലൊന്ന് നിർത്തി. ഞാൻ പറയാം, ഞാൻ എല്ലാത്തിനും നിങ്ങൾ പല ചോദ്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഈ യുദ്ധന്റെ വിഷയം പറയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വരുന്നുണ്ട്, എനിക്കറിയാം. അപ്പൊ ഞാൻ പറയുന്നത്, അപ്പൊ മകൻ പറഞ്ഞു, ഉമ്മ ഇനി ഈ ജോലി ഞാൻ ചെയ്യാം, ഉമ്മ കുപ്പി സെന്റ് കുപ്പിയിലാക്കി തന്നാ മതിയെന്നാണ്. സെന്റ് കുപ്പിയിലാക്കി അപ്പൊ ഉമ്മ പറയാ, മനെ ഞാൻ വാപ്പ മരിച്ച് യുദ്ധ ആചരിക്കല്ലേ, നിക്ക് അത്ര ഉപയോഗിക്കാൻ പാടില്ല. KMIC ക്ലാസ് കേട്ടില്ലേ, മെഡിമിക്സും ലക്സും സോപ്പും പാടെ തേക്കാൻ പാടില്ല എന്നപ്പ ആ ഉസ്താദ് പറഞ്ഞത്. നോക്കജ്, പിന്നെ ഞാൻ എങ്ങനെ ഈ സെന്റും കുപ്പിമ്മ തൊടുക? പക്ഷെ ഈ സെന്റും കുപ്പിമ്മ ഈ പെണ്ണ് തൊട്ടിയില്ലെങ്കിലോ ഇവിടെ ഉച്ചക്കും രാത്രിയും ചോദിച്ചാണ്ടാവൂല. അവിടെ മസ്അല ഫുഖാക്കൾ കടന്നു വന്നു. ഒരു പെണ്ണിന്റെ ഉപജീവന മാർഗം അത്തറും കച്ചവടമാണ്. ഭർത്താവ് മരിച്ചതിനു ശേഷം ഈ അത്തറും കച്ചവടം ചെയ്യാതെ ആ പെണ്ണിന് ഉപജീവന മാർഗം നടത്താൻ വേറെ വഴിയില്ലെങ്കിൽ ഇദ്ദ ആചരിക്കുന്ന പെണ്ണിന് സുഗന്ധം ഉപയോഗിക്കൽ ഹറാമാണെങ്കിലും ഉപജീവന മാർഗത്തിനു വേണ്ടി ഈ സുഗന്ധം കച്ചവടം ചെയ്യാമെന്ന് ഷർവാനി പോലത്തെ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു. ഇപ്പൊ ഞാൻ ഈ ചോദ്യം ഈ ഉത്തരക്കും വന്നത് എന്നാണ് കാര്യങ്ങള്. നമ്മുടെ ലിവ എന്ന ഐഡിയയിലുള്ള സുഹൃത്ത് സമ്പത്തുള്ളവർക്ക് മാത്രമേ യുദ്ധ ആചരിക്കേണ്ടതുള്ളൂ എന്ന് അയൽവാസി സ്ത്രീ പറഞ്ഞു. ഈ ഒരു ധാരണ, സമ്പത്തില്ലാത്തവർ ജോലിക്ക് പോവണ്ടേ, അപ്പൊ എങ്ങനെ യുദ്ധ ആചരിക്കുക, ഈ ഒരു തെറ്റായ ധാരണ നമ്മുടെ സമൂഹത്തിലെ നല്ലൊരു വിഭാഗം സഹോദരിമാരെ പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്. ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ എത്ര ആൾക്കുണ്ട് ഗവൺമെന്റ് ജോലിക്ക് പോകുന്ന ഭാര്യമാര്, അല്ലെ, സ്കൂൾ ടീച്ചർമാരായി ജോലിക്ക് പോകുന്നവര്, ബാങ്കിൽ ജോലിക്ക് പോകുന്ന സഹോദരിമാര്, ഭാര്യമാരുണ്ടോ? ഇന്ത്യക്ക് വലിയൊരു ഉസാറില്ലത്തത്. കൂട്ടത്തിൽ പറയാന്നില്ല, ആരെങ്കിലും റെക്കോർഡ് ചെയ്യുന്നുണ്ടാണാവോ, ഞാൻ എന്റെ ശൈലിയിൽ തന്നെ പറയാണ്. അത് അത്ര ഉസാറുള്ള ഒരു പരിപാടി അല്ലട്ടോ.
ഈ ഭാര്യനെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ട് ഗവൺമെന്റിന്റെ ജോലിക്കും പറഞ്ഞയച്ചിട്ട് ആ ശമ്പളം വാങ്ങിയിട്ട് നമ്മൾ ഇങ്ങനെ ഇന്ന് തിന്നാനുള്ളതെന്നല്ല. അത് അത്ര സുഖമുള്ളൊരു പരിപാടിയല്ല. അത് ആണുങ്ങൾക്ക് യോജിച്ചൊരു പരിപാടിയല്ല അത്. നിങ്ങൾക്ക് ആർക്കതിൽ വിഷമം ഉണ്ടായാലും മാന്തില്ല, വിഷമം ഇല്ലെങ്കിൽ മാന്തില്ല. ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ അവനാൻ തെന്തിച്ച് ഭാര്യന്മാർക്ക് തിന്നാൻ കൊടുക്കല, ഭാര്യന്മാര് തെന്തിച്ചിട്ട് ആണുങ്ങൾ തിന്നുക. അത് അഭിപ്രായക്കാർക്കും പറ്റൂല, ആർക്കും പറ്റൂല, ഒരാൾക്കും പറ്റിയതല്ല. ഇരിക്കട്ടെ, എന്റെ ചർച്ചപ്പാടല്ല. സ്ത്രീകളുടെ ജോലിനെ ഞാൻ ഒറ്റയ്ക്ക് എതിർക്കല്ല തന്നെ, അതൊരു ചർച്ചയാക്കി മാറ്റണ്ട. ഞാൻ അതിന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായങ്ങൾ കൂട്ടിയാൽ മതി. പക്ഷെ നമുക്ക് ചർച്ച കടന്നു വരും. മരണത്തിന്റെ ഇദ്ദയിൽ ഒരു പെണ്ണ് ഗവൺമെന്റ് ജോലിക്ക് പോകുന്ന ഒരു പെണ്ണിന്റെ ഭർത്താവ് മരിച്ചു. ഉദാഹരണം പറയാ, സ്കൂൾ ടീച്ചറാ. സ്കൂൾ ടീച്ചറെ ഭർത്താവ് മരിക്കുമല്ലോ, അങ്ങനെയല്ല മസല. സ്കൂൾ ടീച്ചറെ ഭാര്യ മരിക്കൂല, ഭർത്താവ് മരിക്കൂല, അങ്ങനെ മസലല്ലോ. അങ്ങനെ ഒരു പുറത്തേക്ക് ജോലിക്ക് പോകുന്ന ഒരു പെണ്ണ് മസലല്ലേ? അപ്പൊ ആ പെണ്ണിന് ആ ജോലിക്ക് പോവാൻ പറ്റുമോ? നിങ്ങളൊക്കെ അള്ളാഹു തആല എല്ലാരെയും കാത്തു രക്ഷിക്കട്ടെ. ഞാൻ എന്റെ ഗൾഫിലുള്ള പെണ്ണുങ്ങളെ ബേജാറാക്കല്ലോ. ഇപ്പൊ ഫാമിലി സഹിതം ഗൾഫിൽ ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഭർത്താവ് ഗൾഫിൽ നിന്ന് മരിച്ച ഗൾഫിലുള്ള ഫ്ലാറ്റിലാണോ ഇദ്ദ ആചരിക്കേണ്ടത്, ഭർത്താവിന്റെ ഒപ്പം നാട്ടിൽ വന്ന് പെരയിലാണോ ഇദ്ദ ആചരിക്കേണ്ടത്? വളരെ വ്യക്തമായി ഫുഖഹാക്കൾ വളരെ വ്യക്തമായി ആ മസ്അലകളൊക്കെ ചർച്ച ചെയ്യുമ്പോ എനിക്കിതൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് എത്രയോ സഹോദരിമാരി ഇദ്ദ ഒഴിവാക്കുക. അപ്പൊ ഞാൻ എന്റെ വിഷയപ്പെവുന്ന വന്നത് മയ്യത്ത് പരിപാലനം എന്നാണ് ഇപ്പൊ നമ്മുടെ ഒരു പുതിയ വിഷയം നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. അത് ആ വിഷയത്തിന്റെ ഒരുപാട് ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട്. പിന്നെ അവിടെ പലരും നമ്മൾ ഹജ്ജ് നിർബന്ധമാവുന്ന മസലയ്ക്കും പറഞ്ഞു. ആർക്കൊക്കെയാണ് ഹജ്ജ് നിർബന്ധമാവുക? ഏകദേശം കുറെ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഹജ്ജിന്റെ അമലുകളുടെ ഒരു ക്ലാസ് ഉണ്ട്. അത് നമ്മൾ ഈ മയ്യത്ത് പരിപാലനത്തിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ഒരു ഹജ്ജിന്റെ സമയം ആവുമ്പോ ചെയ്യുമ്പോൾ ഒന്നും പറയാൻ കേൾക്കാനൊരു ആവേശം ഉണ്ടാവും. ഞാൻ ആ ക്ലാസ് ഒഴിവാക്കിയിട്ടില്ല. നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ ക്ലാസ് റൂമിലെ ശ്രോതാക്കളിൽ നിന്ന് ഒരുപാട് ആളുകളൊക്കെ ഉംറക്ക് പോകുന്നവരുണ്ട്. ഉംറന്റെ അമലും ഹജ്ജിന്റെ അമലൊക്കെ ഏകദേശം ഒന്നെന്നെയാണ്, കുറച്ച് കാര്യങ്ങളല്ലേ വ്യത്യാസമുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഹജ്ജ് നിർബന്ധമാകുന്നത് ആർക്കൊക്കെ എന്ന് ഏകദേശം അതിന്റെ കുറെ ഭാഗങ്ങൾ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹജ്ജിന്റെ ഉംറന്റെ അമലുകളുടെ ക്ലാസ് ഉണ്ട് നമുക്ക്. അത് ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി ഹജ്ജിനോട് അടുത്ത സമയത്ത് അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലൊക്കെ ഹജ്ജിന് പോവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒന്നുകൂടി അത് ഉപകാരം ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഹജ്ജിന്റെ അടുത്ത സമയം ആകുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം? ഈ മയ്യത്ത് പരിപാലനത്തിന്റെ ക്ലാസ് അതിന്റെ ഇടയിൽ ഞാൻ കൊടുത്തതാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച പുതുക്കും ഈ മയ്യത്ത് പരിപാലനത്തിന്റെ ക്ലാസ്. 15 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കേണ്ട ഒരു വിഷയമാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ, ഒരു ആക്സിഡന്റ് മരണത്തിൽ കിട്ടിയ മാംസത്തിന്റെ കഷ്ണം, അല്ലെങ്കിൽ വിരലിന്റെ കഷ്ണം, നഖത്തിന്റെ കഷ്ണം, ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ കൊഴിഞ്ഞുപോന മുടികൾ, നദറോത്തില് ആ വ്യക്തിയുടെ മുടികൾ കിടക്കുന്നു. ഇത് എന്തു ചെയ്യണം? ഇതൊന്നും പല സാധാരണക്കാർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ ചർച്ചയിൽ വരും. അതുപോലെ തന്നെ ഇത് സംബന്ധമായ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ മയ്യത്ത് മരിച്ച വീട്ടിലും മയ്യത്ത് സംസ്കരണത്തിലും മറമാടുന്നിടത്തും കുളിപ്പിക്കുന്നിടത്തും വെള്ളം ഉപയോഗിക്കുന്നിടത്തൊക്കെയും വരുന്നുണ്ട്. അല്ലാഹു തആല മരിച്ചവരുടെ ആത്മാവ് വരുമ്പോൾ അവർക്ക് വെളിച്ചം കിട്ടാൻ വിളക്ക് കത്തിക്കൽ, കണ്ണ് കാണേണ്ട പതാൻപി വിളക്ക് കത്തിക്കുന്നത്. മരിച്ചോലെ റൂഹ് വരുമ്പോ അവർക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ വിളക്ക് കത്തിച്ചെക്കുന്നത്. ചില വീട്ടിലൊക്കെ നമ്മൾ മണ്ണെന്ന് വെച്ച വിളക്ക കത്തിച്ചെക്കണേ. ഒത്ര ഗൗരവാതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അള്ളാഹു കേൾക്കാനും പറയാനും തൗഫീക്ക് നൽകുമാറാവട്ടെ. സമയം മാഷാ അല്ലാഹ് ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്. ആരെങ്കിലും ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലാസ് റൂമിലേക്ക് വരണം. ഞാൻ ആരും കൈ ഉയർത്തിയില്ല. പിന്നെ റമദാൻ കഴിഞ്ഞ നമ്മുടെ ക്ലാസിന്റെ ഷെഡ്യൂളൊന്നും എവിടെ എത്തിയിട്ടില്ല. അപ്പൊ ആരും പുതിയ ക്ലാസിന്റെ ഉസ്താദന്മാരും വരാം. കരീം ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ തുടർന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു 2 ആഴ്ച ഈ മയ്യത്ത് പരിപാലനം, ഇദ്ദ ആചരിക്കലും എല്ലാം പറയണം. അത് കഴിയുമ്പോഴേക്ക് നമ്മുടെ ഹജ്ജിന്റെ സമയമാവും. അപ്പൊ നമുക്ക് ഉംറന്റെ ഹജ്ജിന്റെ കുറെ മസാലകളും ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഈ വിഷയത്തിൽ എല്ലാ ശ്രോതാക്കളും ഒരുപാട് വിഷയങ്ങൾ ഇത് ചർച്ചയ്ക്ക് വരും.
മയ്യത്തിന് തയമ്മം ചെയ്തു കൊടുക്കണം. അപ്പൊ തയമ്മത്തെ പറ്റിയുള്ള ചർച്ച വരും. നിർബന്ധമായ കൂലിയാണ്. അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറെ കാര്യങ്ങൾ വരും. പറയാത്തതും പറഞ്ഞതുമായ പലതും ചർച്ചക്ക് വരും. നിങ്ങളൊക്കെയും നിങ്ങളുടെ വീട്ടിലുള്ള സഹോദരിമാർക്ക് നമ്മുടെ ഈ KMIC-യുടെ ക്ലാസുകൾ എത്തിച്ചു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ഈ അവസരം നിങ്ങൾ ഒരുക്കണം എന്ന് ദുആ ചെയ്ത് കരീം ഉസ്താദ് റൈസാൻഡ് ചെയ്തിട്ടുണ്ട്. പല PM-കളും ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ നമുക്കതിന് മറുപടി വരും എന്ന് ഉണർത്തി കരീം ഉസ്താദിനെ മൈക്കയിലേക്ക് ക്ഷണിക്കുന്നു. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും.